بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام الأتمان الأكملان على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه غر الميامين وعلى أزواجه أمهات المؤمنين وعلى التابعين ومن تبعهم بإحسان إلى يوم الدين ثم أما بعد ബഹുമാന്യരെ, സത്യാന്വേഷികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മേലായ റബ്ബിൻ്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ സൂക്ഷിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരെയും ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മുടെ വിഷയം ഏറെ സംസാരത്തിന് വിധേയമായ ഒരു വിഷയം. അത് ഇന്നിൻ്റെ മാത്രം ഒരു സംസാര വിഷയമല്ല. മുത്തലാഖുമായി ബന്ധപ്പെട്ട് സംസാരങ്ങളും ചർച്ചകളും അത് പണ്ട് കാലം മുതലേ നിലനിൽക്കുന്ന ഒരു കർമ്മശാസ്ത്ര വിഷയമാണ്. ചർച്ചകളും നിരൂപണങ്ങളും ഈ വിഷയത്താൽ പലവിധ പ്രശ്നങ്ങളും മുസ്ലിം ഉമ്മത്തിൽ ഉടലെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയത്ത് അന്വേഷിക്കുന്നത് മുത്തലാഖുമായി ബന്ധപ്പെട്ട ഒരു ദീനിൻ്റെ വീക്ഷണവും ആ വിഷയത്തിൽ ഇസ്ലാമിക ലോകത്ത് കഴിഞ്ഞു പോയ പണ്ഡിതന്മാർ, വിശിഷ്യ ഫുഖഹാക്കൾ, അവരുടെ നിലപാടുകളുമാണ്. ഇസ്ലാമിൽ നമുക്കറിയാം വൈവാഹിക ബന്ധത്തിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ആവശ്യകതയും. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ മീസാക്കുകളെ ഉണർത്തിയിട്ടുണ്ട്. മീസാക്ക് എന്ന് പറഞ്ഞാൽ ഉടമ്പടികൾ. ഉടമ്പടികളെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പലതും കാണാം. പക്ഷെ അള്ളാഹു സുദൃഢമായ ഉടമ്പടി, ഖലീബായ മീസാഖ്, മീസാഖുൻ ഖലീബ് എന്ന് രണ്ട് ഉടമ്പടികൾക്കാണ് പറഞ്ഞത്. ഒന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരിൽ നിന്ന് സ്വീകരിച്ച ഉടമ്പടി, അതിനെ മീസാഖുൻ ഖലീബ് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അത് സുദൃഢമായ ഉടമ്പടിയാണ്. രണ്ടാമത് അള്ളാഹു സുബ്ഹാനഹു വ തആല സുദൃഢം എന്ന് വിശേഷിപ്പിച്ച ഉടമ്പടി വൈവാഹിക ഉടമ്പടിയാണ്. സ്ത്രീകൾ പുരുഷന്മാരിൽ നിന്ന് സ്വീകരിച്ച വൈവാഹിക ബന്ധം, ആ കരാർ, അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മീസാഖുൻ ഖലീബ് വ അഖദ്ന മിൻകും മീസാഖൻ ഖലീബ. സ്ത്രീകൾ നിങ്ങളിൽ നിന്ന് സുദൃഢമായ ഒരു ഉടമ്പടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. വൈവാഹിക ബന്ധം ചാർത്തപ്പെടുന്നതിലൂടെ, വിളക്കപ്പെടുന്നതിലൂടെ. ഇത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഇസ്ലാമിൽ വിവാഹബന്ധത്തിൻ്റെ പ്രാധാന്യം, അത് എത്രമാത്രം സുദൃഢമാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഈ ബന്ധം ഉലക്കുന്ന, അതിനെ തകർക്കുന്ന, ബലക്ഷയത്തിൽ അകപ്പെടുത്തുന്ന എല്ലാ കാരണങ്ങളെയും ഇസ്ലാം ചികിത്സിച്ചത് കാണുവാൻ സാധിക്കും. അന്യനായ ഒരു പെണ്ണും അന്യയായ ഒരു സ്ത്രീയും വൈവാഹിക ബന്ധത്തിലൂടെ അവർ വിളക്കപ്പെടുമ്പോൾ, ഇണക്കപ്പെടുമ്പോൾ, അവർ ഇസ്ലാമിൽ സൗജാനിയാണ്. സൗജാൻ എന്ന് പറഞ്ഞാൽ അവർ ഇണകളാണ്. നമ്മളുടെ ഭാഷയിൽ ഇപ്പോൾ ഭർത്താവും ഭാര്യയുണ്ട്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നർത്ഥം. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നവൾ എന്നാണ് അർത്ഥം. ഭരിക്കുന്നവൻ ഭർത്താവും ഭരിക്കപ്പെടുന്നവൾ ഭാര്യയും. ആ പ്രയോഗം പോലും ഇസ്ലാമിന് അന്യാണ്. ഇസ്ലാമിൽ സൗജാനിയാണ്.
എന്ന് പറഞ്ഞാൽ 2 പേർ അന്യരായിരുന്നവർ വൈവാഹിക ബന്ധത്തിലൂടെ ഇണകളായി അവരുടെ ബന്ധം സ്നേഹോഷ്മളമായി കരുണാമയമായി അത് നിലനിൽക്കുകയും അത് അതവിധം വിളക്കപ്പെടുകയും ചെയ്യേണ്ട ബന്ധമാണ്. അതുകൊണ്ട് തന്നെ ബന്ധം മോശപ്പെടുത്തുന്ന രീതിയിലുള്ളതായ പെരുമാറ്റങ്ങൾ ഇവിടെ ചികിത്സിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്കല്ല ഒരു ഹദീസിൽ ഇന്ന അഅ്ളമ ദുനൂബി ഇൻദല്ലാഹ് റജുലുൻ തസവ്വജ ഇംറഅതൻ ثم قضى منها حاجته ثم طلقها وذهب بمهرها. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പാതകം ഏതാ? അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ പാതകം, ആ പാതകങ്ങളിലൊന്ന് പറയാണ്, ഒരാൾ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു, എന്നിട്ട് അവരിൽ നിന്ന് തൻ്റെ ആവശ്യം നിർവഹിച്ചതിന് ശേഷം അവളുടെ മഹറെടുത്ത് മുങ്ങി അവൻ, ആ വ്യക്തിയാണ് അള്ളാഹുവിങ്കൽ ഏറ്റവും വലിയ പാപി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ഒരാൾ കല്യാണം കഴിച്ച് തൻ്റെ ആവശ്യം നിർവഹിച്ച് പെണ്ണിൽ നിന്ന് മഹറെടുത്ത് മുങ്ങിയിട്ടുണ്ട് എങ്കിൽ അവൻ വലിയ പാതകി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇസ്ലാമിൽ ആദരണീയമാണ് വൈവാഹിക ബന്ധം എന്നത് ഈ ഹദീസ് അറിയിക്കുന്നു. അതോടൊപ്പം മഹർ നൽകിയതെടുത്ത് മുങ്ങുന്നതിനെക്കുറിച്ചാണ് ഇവിടെ ഹദീസ് പറയുന്നത്. പലപ്പോഴും പല വൈവാഹിക ബന്ധങ്ങളിലും മഹർ തന്നെ ഉണ്ടാകാറില്ല, പിന്നെയോ സ്ത്രീധനം എടുത്ത് മുങ്ങുക ചെയ്യാറ്, സ്ത്രീധനം എടുത്ത് മുങ്ങുക ചെയ്യാറുള്ളത്. അതും ആരുടെ സ്വത്താ? ഇവൻ കൊടുത്തതല്ല, പിന്നെയോ ആ സ്ത്രീയുടെ ബന്ധുക്കൾ അവൾക്ക് നൽകിയ സ്വത്താണ്, അതെടുത്ത് മുങ്ങാറാണ്. അപ്പോൾ പാതകം എത്ര കടുത്തതും കൊടിയതുമാണ്. ഏതായാലും ഇസ്ലാം ഏറെ പവിത്രത കൽപ്പിച്ച, പവിത്രതയിൽ കാത്തു സൂക്ഷിക്കുവാൻ നമ്മളോട് കൽപ്പിച്ച ബന്ധമാണ് വൈവാഹിക ബന്ധം. ആ വൈവാഹിക ബന്ധം മീസാഖുൻ ഗലീദ്, അതിനെ അസാധുവാക്കുന്നതിന്, ആ ബന്ധം മുറിക്കുന്നതിനാണ് തലാഖ് എന്ന് പറയാം. തലാഖ് ഇന്ന് മുത്തലാഖിൻ്റെ വിഷയത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അതൊരു ചെറിയ വിഷയം മാത്രമാണ്. ഒരാളെ ചെറിയ വിഷയം എന്ന് പറഞ്ഞാൽ ഗൗരവം കുറഞ്ഞ വിഷയം എന്ന അർത്ഥത്തിലല്ല, കുറേ മസാലകളിൽ ഒരു മസാല മാത്രമാണ്. തലാഖുമായി ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങൾ ഇസ്ലാമിലുണ്ട്. ത്വലാഖിൻ്റെ വിധി എങ്ങനെയാണ്, ത്വലാഖ് എപ്പോഴാണ് ത്വലാഖ്, പിന്നെ പലവിധ പ്രശ്നങ്ങളുള്ള ആളുകളുടെ ത്വലാഖുകൾ, ഭ്രാന്തൻ്റെ ത്വലാഖ്, അതേപോലെ തമാശയിലുള്ള ത്വലാഖ്, നിർബന്ധിതൻ്റെ ത്വലാഖ്, പിന്നെ ത്വലാഖുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ സ്ത്രീ ആവശ്യപ്പെട്ടിട്ട് പുരുഷൻ നിർവഹിക്കുന്ന ത്വലാഖ്, അതേപോലെ വൈവാഹിക ബന്ധം അനിവാര്യമായും വേർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടായാൽ ഭരണാധികാരിയോ അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ മഹല്ല് ഖാദിയോ നിർവഹിക്കുന്ന പ്രഖ്യാപിക്കുന്ന തലാഖ്, ഇങ്ങനെ കുറേ വിഷയങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇസ്ലാം ത്വലാഖില്ല എന്ന് വിധിച്ചിട്ടില്ല. ഇസ്ലാമിൽ ത്വലാഖുണ്ട്. എത്രമാത്രം? തലാഖ് നിർവഹിക്കേണ്ട അനിവാര്യതകൾ ഉണ്ടായാൽ തലാഖ് നിർവഹിക്കുക തന്നെ വേണം. തലാഖ് നിർബന്ധമാകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് ഫുഖാക്കൾ എണ്ണിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാളുടെ ഭാര്യ അവൾ സ്വഭാവദൂഷ്യയാണ് എങ്കിൽ, അവൾ ദൂഷ്യ സ്വഭാവിയാണ് എങ്കിൽ എന്ന് പറഞ്ഞാൽ വേണ്ടാത്തരം പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് എങ്കിൽ, അത്തരം സ്ത്രീയെ തൻ്റെ ഭാര്യയായി വെക്കുന്ന ഒരു ഭർത്താവിൽ നിന്ന് അള്ളാഹു ദുആ സ്വീകരിക്കൂല എന്നാണ്. അള്ളാഹു അത്തരക്കാരിൽ നിന്ന് ദുആ സ്വീകരിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ ഹദീസ് കാണാൻ സാധിക്കും, സഹിഹായി ഉദ്ധരിക്കപ്പെടുന്നത്. അപ്പോൾ അത്തരം ഒരു, അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്, സാഹചര്യങ്ങൾ അനിവാര്യമായിട്ടുള്ള വിവാഹബന്ധം അനിവാര്യമായി വേർപ്പെടുത്തുന്നതിനെയാണ് അറിയിക്കുന്നത്. അതേസമയം
ആ വിധി എല്ലാ സമയത്തേക്കും എല്ലായ്പ്പോഴത്തേക്കും പൊതുവിലോ എല്ലാ വിഷയങ്ങളിലും ഒരുപോലെ ബാധകമായ വിധിയല്ല. ഞാൻ പറഞ്ഞു മീസാഖുൻ ഖലീൽ, സുദൃഢമായ സുഭദ്രമായ കരാറാണ് വിവാഹമെന്ന് പറഞ്ഞാൽ ആ വിവാഹ ബന്ധത്തെ അലസിപ്പിക്കുന്ന, ആ ബന്ധം വേർപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ, അനിവാര്യതകൾ ഉണ്ടായാലല്ലാതെ വിവാഹബന്ധം വേർപ്പെടുത്താൻ ഇസ്ലാമിൽ പാടുള്ളതല്ല. അതുകൊണ്ടാണ് എപ്പോഴാണ് വിവാഹമോചനം എന്ന് തന്നെ പഠിപ്പിക്കപ്പെട്ടത്? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നം അത് പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിധം വഷളാകുമ്പോഴാണ്. മനുഷ്യ സഹജമാണ് പ്രശ്നങ്ങൾ ഉടലെടുക്കുക എന്നുള്ളത്. വിശിഷ്യ ദമ്പതികൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്ത മാത്രയിൽ ബന്ധം വേർപ്പെടുത്താനും വിവാഹമോചനം നൽകാനും ഇസ്ലാമിൽ വിധിയല്ല. പിന്നെയോ എത്ര പടികൾക്കപ്പുറമാണ് തലാഖ്, എത്ര പടികൾക്കപ്പുറമാണ് തലാഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ, الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله واللاتي تخافون نشوزهن فعظوهن واهجروهن في المضاجع واضربوهن. പിണക്കം നിങ്ങൾ ഭയപ്പെടുന്ന സ്ത്രീകൾ, അവരുമായി രമ്യതയിലെത്താൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതെന്താ? തലാഖ് ചൊല്ലിയിട്ട് പാഠം പഠിപ്പിക്കാനല്ല, പ്രത്യുത അവരെ ഉപദേശിക്കാനും കിടപ്പറയിൽ നിന്ന് മാറിക്കിടക്കാനും, അതേപോലെ തന്നെ അടിയാണ് ചികിത്സയായി വേണ്ടത് എങ്കിൽ മുഖത്തടിക്കാൻ പാടുള്ളതല്ല, മുറിവേൽപ്പിക്കാൻ പാടുള്ളതല്ല. ചില റിപ്പോർട്ടുകളിൽ കാണാം ഈ മിസ്വാക്ക് ഉണ്ടല്ലോ, മിസ്വാക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന കൊള്ളി, അതുകൊണ്ടൊക്കെ അടിക്കുക. ആ രീതിയിലുള്ള മുറകൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. എന്നിട്ടും ബന്ധം വഷളായി തുടരുന്നുവെങ്കിൽ അപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫബ്അസു ഹകമൻ മിൻ അഹ്ലിഹി വ ഹകമൻ മിൻ അഹ്ലിഹ. പുരുഷൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വിധികർത്താവിനെ, സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് ഒരു വിധികർത്താവിനെയൊക്കെ നിശ്ചയിച്ച് ഇൻ അറാദ അൻ യുസ്ലിഹ ബൈനഹുമ എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സുൽഹ് ഉണ്ടാക്കാൻ വിധികർത്താക്കളെ നിശ്ചയിച്ചു. അതിനപ്പുറവുമാണെന്ത്? വിവാഹമോചനം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതും എങ്ങനെ? ഇസ്ലാമിൽ വിവാഹമോചനം അത് തന്നെ പറഞ്ഞപ്പോൾ അതത്ര സുന്ദരമായിട്ട് മൂന്നും ഒന്നിച്ച് ചൊല്ലി, നിന്നെ ഞാൻ മൂന്നും ചൊല്ലിയിരിക്കുന്നു എന്നുള്ള ആ പ്രയോഗം തന്നെ ഇസ്ലാമിൽ ഹറാമാണ്. ജാഹിലിയത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അതിനെ ചികിത്സിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തലാഖിൻ്റെ നിയമങ്ങൾ വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളിൽ വന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലൊക്കെ വന്ന് സ്ത്രീകൾ സങ്കടം പറഞ്ഞത് കാണാൻ സാധിക്കും. തലാഖിൻ്റെ വിഷയത്തിൽ തോന്നിയ രീതിയിലായിരുന്നു തലാഖ്. എണ്ണം വണ്ണം ഉണ്ടായിരുന്നില്ല. മൊഴി ചെല്ല, എന്നിട്ട് ദീക്ഷാകാലം ആചരിക്കുക, വീണ്ടും വന്നിട്ട് മൊഴി ചെല്ല, അല്ലേ, മടക്കിയെടുത്ത് പറഞ്ഞിട്ട് വീണ്ടും മൊഴി ചെല്ല, ഇങ്ങനെയൊക്കെ തലാഖ് കൊണ്ടുള്ള കളിയായിരുന്നു. അതിന് 3-4 കണക്കുണ്ടായിരുന്നില്ല, പലതായിരുന്നു തലാഖ്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല തലാഖ് അനിവാര്യമായാൽ തലാഖിനെ അനുവദിച്ചു. എങ്ങനെ? ഒരു സ്ത്രീയുടെ ശുദ്ധികാലത്ത് ആ സ്ത്രീയെ ഭർത്താവ് പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ഒരു ശുദ്ധിയുടെ ശുദ്ധികാലം, ആർത്തവുണ്ടാകാത്ത സമയം, ആ സമയത്ത് ഭർത്താവ് സ്ത്രീയെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ അപ്പോഴാണ് എന്ത്? ത്വലാഖിന് അവസരമുള്ളത്. യാ അയ്യുഹൻ നബിയു ഇദാ തല്ലഖ്തുമുൻ നിസാഅ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിൻ. പ്രവാചകരോട് പറയാണ്, അത് വിശ്വാസികളോടുള്ള ആഹ്വാനാണ്. നിങ്ങൾ ഭാര്യമാരെ തലാഖ് ചൊല്ലുകയാണ് എങ്കിൽ ഇദ്ദ സ്വീകരിക്കാനുള്ള അവരുടെ ആ സമയം, അപ്പോഴാണ് നിങ്ങൾ തലാഖ് ചൊല്ലേണ്ടത്. ഇദ്ദ സ്വീകരിക്കാനുള്ള സമയം എപ്പോഴാണ്? അത് അവരുടെ ശുദ്ധിയുള്ള അവസ്ഥയിലാണ്.
ആ ശുദ്ധി കാലത്ത് അവരായിട്ട് പ്രാപിക്കാൻ പാടുള്ളതല്ല, ബന്ധപ്പെടാൻ പാടുള്ളതല്ല. അപ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? അവരെ തൊലാക്ക് ചെല്ലേണ്ടത് എന്നാണ്. അങ്ങനെ ആ തൊലാക്ക് ചൊല്ലി വിവാഹമുക്തയായ സ്ത്രീ എവിടെ കഴിച്ചുവിടേണ്ടത്? ഒരു തൊലാക്ക് തല്ലപ്പെട്ട സ്ത്രീ കഴിച്ചുവിടേണ്ടത് ഭർത്താവിൻ്റെ അടുക്കൽ തന്നെയാണ്, ഭർത്താവിൻ്റെ വീട്ടിലാണ്. അവൾ തന്നെ മൊഴി ചൊല്ലിയ ഭർത്താവിൻ്റെ ഭാര്യയല്ല, എന്നാൽ അവർ ഒരു അന്യ സ്ത്രീയല്ല. എന്ന് പറഞ്ഞാൽ അന്യസ്ത്രീ എന്ന് പറഞ്ഞാൽ അന്യസ്ത്രീയെ വേറൊരാൾക്ക് കല്യാണം കഴിക്കാം, പക്ഷെ അവരെ കല്യാണം കഴിക്കാൻ വേറൊരാൾക്ക് പാടുള്ളതല്ല. അപ്പോൾ മറ്റൊരു പുരുഷൻ്റെ സ്ത്രീ അവളായിട്ടില്ല, എന്നാൽ ഇയാളുടെ ഭാര്യയാണോ? ഇയാളുടെ ഭാര്യയല്ല. അവൾ ദീക്ഷാകാലം ആചരിക്കുകയാണ്. വൽ മുതല്ലഖാത്ത് യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ. 3 ശുദ്ധികാലം അല്ലെങ്കിൽ 3 ആർത്തവകാലം വിവാഹമുക്തയായ സ്ത്രീകൾ അവർ ദീക്ഷാകാലം ആചരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ 3 ശുദ്ധികാലം അല്ലെങ്കിൽ ആർത്തവകാലം ഈ സ്ത്രീ ഇദ്ധരിക്കണം, ദീക്ഷാകാലം ആചരിക്കണം. എവിടെയാണ് അത് ആചരിക്കേണ്ടത്? ആരാണോ തന്നെ മൊഴി ചൊല്ലിയത് ആ ഭർത്താവിൻ്റെ വീട്ടിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ലാ തുഖ്രിജൂന മിൻ ബുയൂതിഹിൻ വലാ യഖ്റുജ്ന. വിവാഹമോചിതനായ സ്ത്രീകൾ അവരെ ഇദ്ധരിക്കുന്ന വീട്ടിൽ നിന്ന്, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കാനും പാടുള്ളതല്ല, അവർ പുറത്തു പോകാനും പാടുള്ളതല്ല എന്നുള്ളതാണ്. എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹമോചിതയോട്, ആരാണ് തന്നെ വിവാഹമോചനം നടത്തിയത് അയാളുടെ വീട്ടിൽ തന്നെ വിവാഹമോചനത്തിന് ശേഷവും മാസങ്ങൾ ജീവിക്കാൻ പറഞ്ഞ എന്തിനാ? അവർ വീണ്ടും വൈവാഹിക ജീവിതത്തിലേക്ക് മടങ്ങി വരാനാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ആ വിവാഹം മോചനം നടത്തിയിട്ടുള്ള ആ ദീക്ഷാകാലത്തിൽ വബുഊലതുഹുന്ന അഹഖു ബിറദ്ദിഹിൻ ഫീ ദാലിക്. ദീക്ഷാകാലത്ത് ഈ സ്ത്രീകളെ മടക്കിയെടുക്കുവാൻ ഏറ്റവും യോഗ്യർ അവരുടെ ഭർത്താക്കന്മാർ തന്നെയാണ്. അവരെ തലാഖ് ചൊല്ലിയ ഭർത്താക്കന്മാർ തന്നെയാണ് അവരെ മടക്കിയെടുക്കാൻ ഏറ്റവും യോഗ്യർ. സ്ത്രീയുടെ ബന്ധുക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആദ്യ ഭർത്താക്കന്മാർ ഈ സ്ത്രീകളെ മടക്കിയെടുക്കുകയാണ് എങ്കിൽ നിങ്ങളതിന് തടസ്സം നിൽക്കാൻ പാടുള്ളതല്ല, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണം. അതും വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു തലാഖ് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ പിന്നെ 3 ആർത്തവകാലം അല്ലെങ്കിൽ ശുദ്ധികാലം, ദീക്ഷാകാലം ആചരിക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ് അതിനിടയിൽ മടക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു പുനർവിവാഹത്തിൻ്റെ ആവശ്യമല്ല. ഭർത്താവ് ഭാര്യനോട് പറഞ്ഞാൽ മതി, നിന്നെ ഞാൻ മടക്കിയെടുത്തിരിക്കുന്നു. ഇനി അതും ആവശ്യമില്ല, ഭർത്താവ് അവളുടെ കൂടെ പോയി കിടന്ന് തങ്ങളുടെ ജീവിതം തുടർത്തിയിട്ടുണ്ടെങ്കിൽ അത് തന്നെ മതി. പക്ഷേ അയാളിൽ നിന്നൊരു തലാക്ക് സംഭവിച്ചു. പിന്നെ അടുത്ത തലാക്ക് എപ്പോഴാണ്? അടുത്ത തലാക്ക് അത് ഇയാൾ ദീക്ഷാകാലത്ത് മടക്കിയെടുത്തില്ല, 3 ശുദ്ധികാലം അല്ലെങ്കിൽ 3 ആർത്തവകാലം കഴിഞ്ഞ് അവൾ ഇവളിൽ നിന്ന് വേർപെട്ട് പിന്നെ അവളെ വേറെ കല്യാണം കഴിക്കാം. ഇയാളുടെ ഭാര്യയാണ് അവൾ എന്നുള്ള ആ ഇതുമില്ല, മറ്റൊരാൾ കല്യാണം കഴിക്കുന്ന അവസ്ഥയിലെത്തി. ദീക്ഷാകാലത്ത് മടക്കിയെടുത്തില്ലെങ്കിൽ അതിന് ശേഷം മടക്കിയെടുത്ത് വൈവാഹിക ജീവിതം തുടർന്ന് വീണ്ടും പ്രശ്നങ്ങളായി പറയപ്പെട്ട ചികിത്സാ മാർഗങ്ങൾ ഫലിക്കാതെ വീണ്ടും ഇത് ബന്ധം വേർപ്പെടുത്തേണ്ട അനിവാര്യത വന്നിട്ടുണ്ടെങ്കിൽ അപ്പോഴാണ് അടുത്ത തലാഖ്. ആ തലാഖിന് ശേഷം ഈ പറയപ്പെട്ടതുപോലെ 3 ശുദ്ധികാലം അല്ലെങ്കിൽ ആർത്തവകാലം ഇവൾ ദീക്ഷാകാലം ആചരിക്കേണ്ടതുണ്ട്. ആരാണ് തന്നെ മൊഴി ചൊല്ലിയത്? അയാളുടെ അടുക്കൽ. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അത്വലാഖു മർറത്താനി. ത്വലാഖ് അത് 2 തവണയായിട്ടാണ്, 2 തവണയാണ്. 2 തവണ. ഇവിടെ ഈ ത്വലാഖ് ഏതാണ്? മടക്കിയെടുക്കുവാൻ അവസരമുള്ള ത്വലാഖ് അത് 2 തവണയാണെന്നാണ്. മടക്കിയെടുക്കാൻ അവസരമുള്ള ഏതൊരു ഭർത്താവാണ് മൊഴി ചൊല്ലിയത് ആ ഭർത്താവിന് മടക്കിയെടുക്കാൻ അവസരമുള്ള ത്വലാഖ് അത് 2 തവണയാണ്. ഇത് പ്രസ്താവനാവചനാണ് അല്ലേ? അത്വലാഖ് മർറത്താനി എന്നുള്ളത് കൽപ്പനാവചനാണോ പ്രസ്താവനാവചനാണോ? പ്രസ്താവനയാണ്. അല്ല, അള്ളാഹു പറയാണ് മടക്കിയെടുക്കുവാൻ അവസരമുള്ള ശർഈയായ മതപരമായ ത്വലാഖ് അത് 2 തവണയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. പണ്ഡിതന്മാർ പറയാണ്, എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ 2 തവണയായിട്ടാണ് ത്വലാഖ് ചെല്ലേണ്ടത് എന്ന് പറയാതെ 2 തവണയാണ് ത്വലാഖ് എന്ന് പറഞ്ഞത്? കൽപ്പന
കൽപ്പന ക്രിയ പ്രയോഗിക്കാതെ പ്രസ്താവനാവചനം എന്തുകൊണ്ട് പറഞ്ഞു? അത് അങ്ങനെ നിങ്ങൾ ത്വലാഖ് ചെല്ലാവൂ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി. അതാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. അതായത് ഒരിടത്ത് കൽപ്പന ക്രിയ പ്രയോഗിക്കുന്നതിന് പകരം നിങ്ങൾ 2 തവണയായിട്ടേ തലാഖ് ചെല്ലാവൂ എന്ന് അള്ളാഹു കൽപ്പിക്കുന്നതിന് പകരം അതില്ലാതെ പ്രസ്താവനാവചനം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ചതിലെ പൊരുളും യുക്തിയും ഈ കൽപ്പനയെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കൽപ്പനയാണ്, അതിൻ്റെ ഉറപ്പറിയിക്കാനാണ് അതൊരു പ്രസ്താവനാ രൂപത്തിൽ പറഞ്ഞത് എന്നാണ് പണ്ഡിതന്മാർ അള്ളാഹുവിൻ്റെ ഈ പ്രയോഗത്തെ വിശദീകരിച്ചത്. മനസ്സിലായി? അപ്പോൾ അത്വലാഖ് മറത്താനി എന്ന് പറഞ്ഞാൽ ത്വലാഖ് 2 തവണയായിട്ടാണ് എന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും അതിൻ്റെ ആശയം എന്താ പറഞ്ഞത്? എന്താ അതിൻ്റെ പൊരുൾ? അത്വലാഖ് മറത്താനി എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 തവണയായിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? തലാഖ് ചെല്ലേണ്ടത്. ഏത് തലാഖ്? മടക്കിയെടുക്കുവാൻ അവസരമുള്ള തലാഖ്. അവിടെ ഈ അത്വലാഖ് മറത്താനി എന്ന് പറഞ്ഞാൽ മടക്കിയെടുക്കുവാൻ അവസരമുള്ള തലാഖ് എന്നാണ് അതിൻ്റെ അർത്ഥം. കാരണം ഈ ആയത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ആയത്തിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. വൽ മുതല്ലഖാതു യതറബ്ബസ്ന ബി അൻഫുസിഹിന്ന സലാസത ഖുറൂ വലാ യഹില്ലു ലഹുന്ന അൻ യക്തുംന മിമ്മാ ഖലഖല്ലാഹു ഫി അർഹാമിഹിൻ എന്ന് തുടങ്ങിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ആയത്തിൽ വബുഊലതുഹുന്ന അഹഖു ബിറദ്ദിഹിന്ന ഫീ ദാലിക ഇൻ അറാദു ഇസ്ലാഹ വലഹുന്ന മിസ്ലു അല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ വല്ലാഹു അസീസുൻ ഹകീം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അത്തലാഖു മറത്താൻ. അതായത് ദീക്ഷാകാലം ആചരിക്കുന്ന സ്ത്രീകളെ ദീക്ഷാകാലത്ത് മടക്കിയെടുക്കുവാൻ ഏറ്റവും യോഗ്യർ ആരാണ്? അവരുടെ ഭർത്താക്കന്മാരാണ് എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയാണ് അങ്ങനെ മടക്കിയെടുക്കുവാൻ അവസരമുള്ള ത്വലാഖ് അത് എത്രണ്ണാണ്? 2 എണ്ണമാണ്. ഈ 2 തലാഖും പറയപ്പെട്ട രീതിയിൽ ചൊല്ലിയതിന് ശേഷം വീണ്ടും വിവാഹമോചനം നടന്നു. ദീക്ഷാകാലം കഴിഞ്ഞു, എന്നിട്ട് വീണ്ടും ഭാര്യയായി സ്വീകരിച്ചു. അല്ലെങ്കിൽ ദീക്ഷാകാലത്തിനിടയിൽ തലാഖ് ചൊല്ലിയാൽ തൻ്റെ ഭാര്യയെ തിരിച്ചെടുത്തു, എന്നിട്ട് 3ാമതും തലാഖ് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ അപ്പോഴാണ് എന്ത്? പിന്നെ ആദ്യ ഭർത്താവിലേക്ക് ഈ സ്ത്രീ ഭാര്യയായിട്ട് മടങ്ങണമെങ്കിൽ എന്ത് വേണം? ഫലാ തഹില്ലു ലഹു ഹത്താ തൻകിയ സൗജൻ ഗൈറ. ഇവനല്ലാത്ത മറ്റൊരു ആൾ ഈ സ്ത്രീയെ കല്യാണം കഴിച്ച് പറയപ്പെട്ട വൈവാഹിക ജീവിതത്തിൽ പ്രശ്നമുണ്ടായി, വൈവാഹിക ജീവിതം തുടരാൻ പ്രയാസം, പക്ഷെ ചികിത്സാ മാർഗങ്ങളൊക്കെ പയറ്റി നോക്കി, ഫലപ്പെട്ടില്ല. അയാൾക്ക് ത്വലാഖ് ചെല്ലേണ്ട അവസരം ഉണ്ടായി, അയാൾ ത്വലാഖ് ചെല്ലി. മനസ്സിലായില്ലേ? ദീക്ഷാകാലം ആചരിച്ചു മറ്റേ ഭർത്താവിൽ നിന്ന്, അയാൾ ദീക്ഷാകാലത്ത് മടക്കിയെടുത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം അയാൾ വിവാഹം നടത്തിയില്ല, അവൾ അന്യ സ്ത്രീ ആയപ്പെട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം? ആദ്യ ഭർത്താവിന് അവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാമെന്നാണ്. ചടങ്ങല്യാണം അല്ല. മനസ്സിലായി? അത് ഇസ്ലാമിലില്ല. 3 ത്വലാഖും ഒന്നിച്ചു ചൊല്ലിയാൽ 3 സംഭവിച്ചു എന്ന് പ്രചരിപ്പിക്കപ്പെട്ടതിൽ പിന്നെയാണ് ഈ ചടങ്ങ് കല്യാണം പ്രസിദ്ധമായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചടങ്ങ് കല്യാണം കഴിക്കുന്നവനെയും ആർക്ക് വേണ്ടി കഴിക്കുന്നു അവരെയും ശപിച്ചിട്ടുണ്ട്. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഹല്ലില വൽ മുഹല്ലില ലഹ്. ചടങ്ങ് കല്യാണത്തിന് നിൽക്കുന്നവൻ ആർക്ക് വേണ്ടി നിൽക്കുന്നോ 2 ആളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിനാൽ ശപിക്കപ്പെട്ടവനാണ്. അത്തൈസുൽ മുസ്തആർ എന്നാണ് പറഞ്ഞത്. എന്താ? ആ വാടക കൂറ്റൻ. മനസ്സിലായില്ലേ? ഈ ചടങ്ങ് കല്യാണം വ്യാപകമായതെപ്പോഴാണ്? 3 ത്വലാഖ് ഒന്നിച്ച് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 3 സംഭവിക്കും എന്നുള്ള ആ ഒരു പ്രചാരം ഉണ്ടായപ്പോഴാണ്. അതിലേക്ക് നമുക്ക് വരാം. ത്വലാഖ് ഇതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിധം തലാഖ് ചൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, ഇതൊരു അനിവാര്യതയാണ്. ഇസ്ലാമിൽ ത്വലാഖുണ്ട്. ആ ത്വലാഖ് എപ്പോൾ എന്നുള്ളത് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്, അതെങ്ങനെയെന്നുള്ളതും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇസ്ലാമികമായ വിഷയങ്ങളിലൊക്കെ പലതിലും ദുരുപയോഗം വന്നതുപോലെ പല മുസ്ലിമീങ്ങളിൽ നിന്നും ഈ വിഷയത്തിലും ദുരുപയോഗം ഉണ്ടായി. നമ്മളുടെ വിഷയം മുത്തലാഖാണ്. മുത്തലാഖ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ തൻ്റെ ഭാര്യയെ 3 ത്വലാഖും ഒന്നിച്ച് ചൊല്ലി, നിന്നെ ഞാൻ 3ഉം ചൊല്ലിയിരിക്കുന്നു എന്നൊരാൾ പറഞ്ഞു, അല്ലെങ്കിൽ നീ എന്നിൽ നിന്ന് വിവാഹമോചിതയാണ് എന്ന് എന്ത് ചെയ്തു? ആവർത്തിച്ച് 3 തവണ ഒരു മജ്ലിസിൽ പറഞ്ഞു, ഒരു മജ്ലിസിൽ. അല്ലെങ്കിൽ ത്വലാഖ് ചൊല്ലിയ സ്ത്രീയെ
അവൾ ദീക്ഷാകാലം ആചരിക്കുന്ന ആ പിരീഡിൽ പലതവണയായിട്ട് പറഞ്ഞു നീ വിവാഹമോചിതയാണ് എന്ന കാര്യം. ഇങ്ങനെ ത്വലാഖ് ചെല്ലാൻ പറ്റുമോ? 3 ത്വലാഖും ഒന്നിച്ച് ചെല്ലൽ അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇസ്ലാം പഠിപ്പിച്ച ത്വലാഖ് എങ്ങനെയാണ്? അത് നമ്മൾ പറഞ്ഞത് അത്വലാഖു മറത്താനി ഫ ഇംസാക്കും ബി മഅറൂഫിൻ ഔ തസ്രീഹും ബി ഇഹ്സാൻ. യാ അയ്യുഹൻ നബിയു ഇദാ തല്ലഖ്തുമുൻ നിസാ ഫതല്ലിഖൂഹുന്ന ലിഇദ്ദതിഹിൻ വഅഹ്സുൽ ഇദ്ദ. ദീക്ഷാകാലം സ്വീകരിക്കുവാൻ ഉള്ള സമയത്താണ് തലാഖ് ചെല്ലേണ്ടത്. അതായത് വൈവാഹിക ബന്ധത്തിൽ ഏർപ്പെടാത്ത ശുദ്ധികാലത്ത്, അപ്പോഴാണ് തലാഖ് ചെല്ലേണ്ടത്. 2 തവണയായിട്ടാണ് തലാഖ്, മടക്കിയെടുക്കുന്ന തലാഖ്. 3ാമത്തെ തലാഖും അതിനുശേഷം ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ പിന്നെ നേരിട്ട് മടക്കിയെടുക്കാനുള്ള അവകാശമല്ല. ഇങ്ങനെയൊക്കെയാണ് ഇസ്ലാമിൽ തലാഖ് പഠിപ്പിച്ചിട്ടുള്ളത്. 3 തലാഖും ഒന്നിച്ച് ചെല്ലുക എന്നുള്ളത് ഇസ്ലാമിൽ നിഷിദ്ധാണ്. ഉമർ റളിയല്ലാഹു തആല അൻഹു, അലി റളിയല്ലാഹു തആല അൻഹു, ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു, അബൂ മൂസൽ അശ്അരി, അബൂ ദർദ, ഇബ്നു അബ്ബാസ്, ഇബ്നു മസ്ഊദ് തുടങ്ങിയ സഹാബികളൊക്കെയും ഈ 3 തലാഖ് ഒന്നിച്ച് ചെല്ലുക എന്നുള്ളത് നിഷിദ്ധമാണ്, ഹറാമാണ് എന്ന് വിധി പറഞ്ഞവരാണ്. കാരണം തെളിവ് അറിയിക്കുന്നത് അതാണ്. പക്ഷേ പിൽക്കാലത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർക്കിടയിൽ ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ ഉടലെടുത്തു. പ്രധാനമായി 4 അഭിപ്രായങ്ങൾ. ഇമാം ഷാഫിഈയും ഷാഫി മദ്ഹബിലെ ഭൂരിപക്ഷ പണ്ഡിതന്മാരും 3 തലാഖ് ചെല്ലൽ, ഒന്നിച്ച് ചെല്ലൽ അനുവദനീയമാണെന്നും തലാഖ് ലാസിമാണ് എന്നാണ്. എന്താ തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 3ഉം സംഭവിക്കും എന്ന വീക്ഷണക്കാരാണ്. എന്നാൽ ഇമാം അബൂ ഹനീഫയും മാലിക്കും ഇമാം അഹ്മദ് ബിൻ ഹംബലും അദ്ദേഹത്തിൻ്റെ പിൽക്കാല അഭിപ്രായം, ആദ്യകാല അഭിപ്രായം ഇമാം ഷാഫിയുടെ അഭിപ്രായം പോലെയായിരുന്നു ഇമാം അഹ്മദിൻ്റേത്. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, അബൂ ഹനീഫയുടെയും മാലിക്കിൻ്റെയും അഭിപ്രായം 3 തലാഖും ഒന്നിച്ച് ചെല്ലൽ ഹറാമാണ്. അങ്ങനെ തലാഖ് എല്ലാം പാടില്ല. പക്ഷേ തലാഖ് ചെല്ലിയാൽ എന്തായി? തലാഖ് സംഭവിക്കലായി, 3ഉം സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ 4 മദ്ഹബിൻ്റെ പണ്ഡിതന്മാരും അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, മാലിക് ബിൻ അനസ് അൽ അസ്ബഹി, മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ഷാഫിഈ, അഹ്മദ് ബിൻ ഹംബൽ, ഇവരുടെയൊക്കെ അഭിപ്രായം എന്താ? 3 തലാഖും ചൊല്ലിയാൽ 3ഉം സംഭവിക്കും. പക്ഷേ അത് അനുവദനീയമാണോ ഇല്ല എന്നുള്ളതിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം. ഇമാം ഷാഫി മാത്രം ആ വിഷയത്തിൽ അത് അനുവദനീയമാണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയ പണ്ഡിതനാണ്. അവരുടെ തെളിവുകളിലേക്ക് വരാം. കാരണം എന്താണ് നമ്മുടെ വിശദമായിട്ടുള്ള ഭാഗം. പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം പറഞ്ഞ അഭിപ്രായം, സഹാബികൾ മുതൽ ഇങ്ങോട്ട് 3 തലാഖ് ഒന്നിച്ച് ചെല്ലൽ ഹറാമാണ്. അങ്ങനെ ചൊല്ലിയാൽ എത്ര ഭവിക്കൂ? 1 സംഭവിക്കൂ, 1 തലാഖേ സംഭവിക്കൂ. കാരണം അയാൾ തലാഖല്ല എന്നുള്ളത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ 3ഉം ചെല്ലുക എന്നുള്ളത് ഇസ്ലാമിലില്ല. 3ഉം ഒന്നിച്ച് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ 1 തലാഖേ സംഭവിക്കുകയുള്ളൂ. ആ അഭിപ്രായമാണ് സഹാബികളിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, സുബൈർ ബിൻ അൽ അവ്വാം തുടങ്ങിയവർ രേഖപ്പെടുത്തിയത്. അതേപോലെ ഇമാം അതായിനെ പോലുള്ള, താവൂസിനെ പോലുള്ള, താവൂസ് ബിൻ കൈസാനെ പോലുള്ള, മുഹമ്മദ് ബിൻ ഇസ്ഹാഖിനെ പോലുള്ള, ഖിലാസ് ബിൻ അംബറിനെ പോലുള്ള താബിഈങ്ങൾ ആ അഭിപ്രായക്കാരാണ്. അതേപോലെ തന്നെ ഇമാം ജാഫർ സാദിഖ്, ആ ജാഫർ സാദിഖിൻ്റെ വാപ്പ മുഹമ്മദുൽ ബാഖിർ, അവരുടെ 3 തലാഖും ഒന്നിച്ച് ചെല്ലിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെല്ലൽ ഹറാമാണ്. പക്ഷേ ചെല്ലിയാൽ എത്ര സംഭവിക്കൂ? 1 സംഭവിക്കൂ. ഷിയാക്കളിൽ പലരും 3 തലാഖും ഒന്നായിട്ടേ പരിഗണിക്കൂ. കാരണം ഇമാം ജാഫർ സാദിഖിൻ്റെ അഭിപ്രായവും ഉപ്പ മുഹമ്മദുൽ ബാഖിറിൻ്റെ അഭിപ്രായം അതാണ്. പണ്ഡിതന്മാരിൽ പലരും മദ്ഹബി പണ്ഡിതന്മാരിൽ തന്നെ പലരും ഈ 3ാമത് പറയപ്പെട്ട അഭിപ്രായമാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഷാഫി മദ്ഹബിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം റാസി ഈ അഭിപ്രായങ്ങളെ പ്രമാണബദ്ധമായി വിലയിരുത്തിയിട്ടുണ്ട് തഫ്സീറിൽ. എന്നിട്ട് ഇമാം റാസി പറയാണ്, ഒരാൾ 3 തലാഖും ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ 3ഉം സംഭവിക്കുമോ? അതല്ല 1 സംഭവിക്കൂ. ഇമാം റാസി പറയാണ്, 3ഉം ഒന്നിച്ച് ചൊല്ലിയാൽ 3ഉം സംഭവിക്കുമോ? അതല്ല 1 സംഭവിക്കൂ? 1 സംഭവിക്കൂ. എന്നിട്ട് അദ്ദേഹം പറയുന്നത് വഹുവൽ അഖ്യസ്, ആ അഭിപ്രായമാണ് പ്രമാണബദ്ധം, ആ അഭിപ്രായമാണ്
പ്രമാണബദ്ധം. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്തുകൊണ്ട് 3 തലാഖും ഒന്നിച്ച് ചെല്ലൽ ഹറാമാക്കാൻ കാരണം, ഒന്നിച്ചെല്ലൽ ഹറാമാക്കാൻ കാരണം ഒരു മഫ്സദത്തുൻ റാജിഹ, വലിയ ഒരു കുഴപ്പം ആ തലാഖ് ചെല്ലലിലൂടെ ഉണ്ടാകും എന്നതിനാലാണ്. 3 ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ 3 സംഭവിക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു ഈ ഉണ്മയുടെ ലോകത്ത് ഉണ്ടാക്കാൻ സമ്മതിക്കാത്ത ഒരു ഫസാദിനെ ഈ ഉണ്മയുടെ ലോകത്തേക്ക് ആളുകൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇത് ഇമാം റാസിയുടെ വീക്ഷണം പറയാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫവജബ അൻ യഹ്കുമ ബിഅദമിൽ വുഖൂ'. ഇത് ഇമാം റാസിയുടെ വാക്കാണ്. ഫവജബ അൻ യഹ്കും ബിഅദമിൽ വുഖൂ'. ഒരാൾ 3 തലാഖും ചൊല്ലിയാൽ 3 സംഭവിക്കുകയില്ല എന്ന് വിധിക്കൽ നിർബന്ധമാണ്. ഞാൻ ഇത് ഇമാം റാസിയുടേത് പ്രത്യേകം, ഇതുപോലെ അഭിപ്രായം രേഖപ്പെടുത്തിയ പല പണ്ഡിതന്മാരുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം തുടങ്ങി പല പണ്ഡിതന്മാരുണ്ട്, ദാവൂദ് ദ്വാഹിരി തുടങ്ങിയ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. പക്ഷേ റാസിയുടേത് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം, നമ്മുടെ നാട്ടിൽ ഫുഖഹാക്കളും അതേപോലെ തന്നെ പണ്ഡിതന്മാരൊക്കെ ഷാഫി മദ്ഹബിനെ അനുകരിക്കുന്നവരും ഷാഫി മദ്ഹബ് ആണ് തങ്ങളുടെ മദ്ഹബ് എന്ന് അവകാശപ്പെടുന്നവരാണ്. അതിൽ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി ഷാഫി മദ്ഹബിൽ എണ്ണപ്പെടുന്ന പണ്ഡിതനാണ്. ഷാഫിയാക്കളേറെ ആദരിക്കുന്ന പണ്ഡിതനാണ് ആര്? ഇമാം റാസി. അദ്ദേഹത്തിന് പ്രസിദ്ധമായ തഫ്സീറുണ്ട്. ആ തഫ്സീറിൽ അദ്ദേഹം വിശദീകരിച്ചതാണ് ഇവിടെ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മനസ്സിലായി? പ്രമാണബദ്ധമായ അഭിപ്രായം ഏതാണ്? 3 ചൊല്ലിയാൽ എത്ര ഭവിക്കൂ? 1 എന്നുള്ളതാണ്. ഓ ഹുവൽ അഖ്യസ്. എന്തുകൊണ്ട്? ആ വിഷയത്തിലുള്ള പ്രമാണങ്ങൾ നമുക്ക് നോക്കാം. റുക്കാന എന്ന് പറയുന്ന സഹാബി തൻ്റെ ഭാര്യയെ മൊഴിചൊല്ലി. റുക്കാന ഭാര്യയെ മൊഴിചൊല്ലി. എന്നിട്ട് അദ്ദേഹം മുസൈന ഗോത്രത്തിൽ നിന്നൊരു സ്ത്രീയെ കല്യാണം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് റുക്കാനയുടെ ഭാര്യ വന്നു, കേസേറ്റ് വന്നു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, റുക്കാന എന്നെ വിവാഹമോചനം നടത്തി. റുക്കാന ചെയ്തത് ഇതാണ്, മറ്റൊരു കല്യാണം കഴിച്ചു. കുറച്ച് വിശദമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കാനയെ വിളിച്ചു. എന്നിട്ട് റുക്കാനയോട് ചോദിക്കുകയാണ്, കൈഫ തല്ലഖ്തഹ, റുക്കാന നിങ്ങൾ എങ്ങനെയാണ് ഭാര്യയെ തലാഖ് ചൊല്ലിയത്? അപ്പോൾ അയാൾ പറയാണ്, സലാസൻ, ഞാൻ 3 തലാഖും ഒന്നിച്ചാണ്, 3 ചൊല്ലി. അപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, ഫി മജ്ലിസിൻ വാഹിദ്. എന്താ ഫി മജ്ലിസിൻ വാഹിദ്? ഒരു മജ്ലിസിൽ വെച്ചാണോ? ഒരു മജ്ലിസിലാണോ? അപ്പോൾ റുക്കാന പറയാണ്, നഅം, അതെ. അപ്പോൾ റസൂലുള്ളാഹി പറയാണ്, ഇന്നമാ ഹിയ വാഹിദത്തുൻ, എങ്കിൽ അത് 1 മാത്രമാണ്. ഇവിടെ 3 ചൊല്ലിയതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയണത് എത്രയാണ് സംഭവിച്ചത്? 1 തലാഖ് മാത്രമാണ്. ഇമാം അബൂ ദാവൂദിൻ്റെ നിവേദനമാണിത്, സഹിഹായ നിവേദനം. ചില റിപ്പോർട്ടുകളിൽ കാണാൻ സാധിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, റാജിഅഹ, തലാഖ് ചൊല്ലിയ റുക്കാനയോട് പറയാണ്, ഭാര്യയെ മടക്കിയെടുക്ക്. അപ്പോൾ റുക്കാന പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നിയാന തല്ലഖ്തുഹ സലാസൻ, ഞാൻ അവളെ 3 ചൊല്ലിയിരിക്കുന്നു, ഞാൻ എങ്ങനെ തിരിച്ചെടുക്കും? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഖദ് അലിംത്, എനിക്ക് മനസ്സിലായിട്ടുണ്ട് നീ 3 ചൊല്ലിയിട്ടുണ്ട് എന്നുള്ളത്, പക്ഷേ റാജിഅഹ, മടക്കിയെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? 3 തലാഖും ചൊല്ലിയതിൽ റസൂലുള്ളാഹി പരിഗണിച്ച എത്രയാണ്? 1, മടക്കിയെടുക്കാൻ പറയുകയാണ് ചെയ്തത്. ഈ തെളിവ് റുക്കാനയുടെ ഹദീസ് ഈ വിഷയത്തിൽ കൃത്യമായ നെസ്സാണ്. മാത്രമല്ല ആയത്തിൽ എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? എങ്ങനെ തലാഖ് പറഞ്ഞത്? അത്തലാഖു മറത്താനി എന്നുള്ളതാണ്. ആ രീതിയിലായിരുന്നു തലാഖ്. പ്രസിദ്ധമായ ഒരു ഹദീസുണ്ട്, ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസ്. ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചത് അബൂ ഹഫ്സ് അൽ മഖ്സൂമിയായിരുന്നു. അബൂ ഹഫ്സ് അൽ മഖ്സൂമിയും ഫാത്തിമ ബിന്ത് ഖൈസും തമ്മിലുള്ള ഈ വൈവാഹിക ബന്ധം അതിങ്ങനെ സമരസപ്പെട്ടു പോണില്ല. നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ പ്രശ്നമല്ലേ? നമ്മൾ പണ്ടൊരു ഫലിതം കേട്ടില്ലെങ്കിൽ വായിച്ചതിൽ പെട്ടാണെന്ത്, ഭാര്യയും ഭർത്താവും തെറ്റി, അന്യോന്യം മിണ്ടണില്ല. സാധാരണ രാവിലെ ഭർത്താവ് പോകുമ്പോൾ ഇവള് വിളിച്ച് പറഞ്ഞയക്കലാണ്, ഇതേ നീച്ചോളിയും സമയക്കണെന്ന്. തെറ്റിയപ്പോൾ എന്തായി? രണ്ടാളും മിണ്ടണില്ലല്ലോ. ഇയാൾക്കാണെങ്കിൽ രാവിലെ ഇയാളെ 5 മണിക്ക് വിളിക്കണം, ഉണർത്തണം. അപ്പോൾ ഇയാളെന്ത് ചെയ്തു? ഒരു കടലാസിൽ എഴുതി വെച്ച്, ഇന്നെ 5 മണിക്ക് നീ വിളിച്ചുണർത്തണം. എന്നിട്ട് ഓളെ തലക്കുണ്ട് അവിടെ വെച്ച്. ഓള് രാവിലെ 5 മുമ്പൊക്കെ നീച്ചാണ്. ഓളത് കണ്ട് ഇയാൾ എഴുതി വെച്ചത്. ഓളെന്ത് ചെയ്ത് 5 മണി അയക്കണമെന്ന് എഴുതി കണ്ടത് അയാളെ തലക്കും പുറത്തോടെ വെച്ചത്.
ഇയാൾ നീച്ച് നോക്കുമ്പോൾ 7 മണി ആയിക്കണ്. ഉറക്കച്ചടവ് നേരിട്ട് അയ്യോ സമയം പോയല്ല, നീ എന്തുകൊണ്ട് വിളിച്ചില്ല ദേഷ്യപ്പെട്ട് ചോദിച്ച്. അപ്പോൾ നിങ്ങളെന്നോട് ഏർപ്പാടാക്കിയിട്ടില്ലല്ലോ വിളിക്കാൻ. അല്ല, ഞാൻ നിൻ്റെ തലൻ്റെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ 5 മണിക്ക് വിളിക്കണമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞാൽ ഞാൻ നിങ്ങളെ തലക്കുമർത്ത് എഴുതി വെച്ചിട്ടുണ്ടല്ലോ 5 മണി ആയിട്ടുണ്ടെന്ന്. മനസ്സിലായി? വൈവാഹിക ജീവിതത്തിൽ പ്രശ്നങ്ങൾ അറിഞ്ഞു അറിയാതൊക്കെ ഇതേപോലെ വരും അല്ലേ? പക്ഷേ എന്താ വേണ്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ചികിത്സിക്കുവാൻ അതിൻ്റെ മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പല സ്ത്രീകൾക്ക് വൈവാഹിക ജീവിതത്തിലൂടെ ജീവനേകി തണലേകി അതിൻ്റെ മാതൃകയും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കാഴ്ചവെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അശ്രിതരായിട്ട് നമ്മുടെ ഈ വൈവാഹിക ജീവിതം സന്തുലിതമായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്. മനസ്സിലായി? അതിന് പ്രശ്നം പിന്നെ അറിഞ്ഞുണ്ടായാലും അറിയാതെ ഉണ്ടായതും ചിലപ്പോൾ കുളർക്കാതൊക്കെ വന്ന് ചാടും. ഒരു വ്യക്തി ഏത് സമയവും ടഫ് കണ്ടീഷനാണ്. ഒരു ഭർത്താവ് ഏത് സമയവും ഭയങ്കര ടൈറ്റ് ഫിറ്റാണ്, മൂപ്പര് ടഫ് കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ ഭർത്താവിന് എത്ര ടേസ്റ്റി ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും മൂപ്പർ അതിനൊരു കമൻ്റൊന്നും പറയില്ല. മൂപ്പർ അങ്ങനെ തലക്ക് മുകളിൽ ശൂന്യാകാശം താഴെ മരുഭൂമി എന്ന രീതിയിലുള്ള ഒരു ജീവിതം. മനസ്സിലായി? 10-20 വർഷം ആ രീതിയിൽ ജീവിതം തുടർന്നു. പിന്നെയാണ് അദ്ദേഹത്തിനൊരു ഉൾവിളി ഉണ്ടായത്. മനസ്സിലല്ലേ? ഒരു ക്ലാസ് കേൾക്കാനൊരു അവസരം ഉണ്ടായി. ആ അവസരത്തിൽ അയാൾ എന്ത് ചെയ്തു? ഭാര്യ ഭർത്തൃ ജീവിതം, അതിലെ കയ്പും മധുരമൊക്കെയാണ് അതിൽ ചർച്ചാ വിഷയം. അതിൽ പിന്നെ ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തപ്പോൾ അതിൽ കൂട്ടത്തിൽ ഈ സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നല്ല കമൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്കൊരു ഹരമായിരിക്കും, ഇമ്പായിരിക്കും. പിന്നെ അവർ കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കും എന്നുള്ള വിഷയങ്ങളൊക്കെ കേട്ടപ്പോൾ അയാൾ 10-20 കൊല്ലമായിട്ട് ഞാൻ ഇതുവരെ ഒരു കമൻ്റ് അടിച്ചിട്ടില്ലല്ലോ. ഇങ്ങനെ മൂപ്പര് നീയത്തെടുത്ത് പ്രതിജ്ഞ എടുത്ത് ഇന്ന് ചെന്നിട്ട് ഇനി എന്തായാലും ഒരു കമൻ്റാണ് പാസ്സാക്കാമെന്ന്. അങ്ങനെ മൂപ്പര് ചെന്നു. മനസ്സിലായി? 37 ഭക്ഷണം വിളമ്പി കൊണ്ടുവന്ന് വെച്ചു മുന്നിൽ. അത് കഴിച്ചു. മൂപ്പര് പറഞ്ഞു നല്ല ഭക്ഷണം, സ്വാദിഷ്ടമായ ഭക്ഷണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താ വിഷയം? 37 അന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 37 രോഗിയായിരുന്നു, പ്രശ്നത്തിലായിരുന്നു. അപ്പോൾ അയലോക്കത്തു നിന്ന് അല്പം ഭക്ഷണം അവിടുന്ന് മേടിച്ചു വന്നിട്ട് ഭർത്താവിന് കൊടുത്തതാണ്. ഒരു വേൾഡ് യുദ്ധത്തിൻ്റെ അവസ്ഥ അവിടെ സംജാതമായി. 10-20 കൊല്ലം നിങ്ങൾക്ക് വെച്ച് കിളമ്പിയിട്ട് ഇതുവരെ നിങ്ങളൊരു കമൻറ്റ് പറഞ്ഞിട്ടില്ല, ഒരു നല്ല അഭിപ്രായം പറഞ്ഞിട്ടില്ല. ഇന്ന് അയലോക്കത്തു നിന്ന് ഒരു പൊടി കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങളെ ഭയങ്കര പ്രശ്നം. ഇങ്ങനെ പ്രശ്നങ്ങൾ വൈവാഹിക ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതൊക്കെ സംജാതമായി വരും. പക്ഷേ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഏതായാലും ഇവിടെ നമ്മുടെ സംസാര വിഷയം ഫാത്തിമ ബിന്ത് ഖൈസും അബൂ ഹഫ്സ് അൽ മഖ്സൂമി ആണ്. അബൂ ഹഫ്സ് ഫാത്തിമ ബിന്ത് ഖൈസിനെ 2 തവണ തലാക്ക് ചൊല്ലി. 2 തവണ, അത് 2 പ്രാവശ്യങ്ങളിലായിട്ടാണ്. എന്നിട്ട് അബൂ ഹഫ്സ് അലി റളിയല്ലാഹുവിനോടൊപ്പം യമനിലേക്ക് നിയോഗിക്കപ്പെടുകയുണ്ടായി. റസൂലുള്ളാഹി ഇവിടെ ജീവിച്ച നാളിലാണ് യമനിലേക്ക് നിയോഗിക്കപ്പെടുകയുണ്ടായി. അങ്ങനെ അബൂ ഹഫ്സ് അൽ മഖ്സൂമി യമനിൽ പോയപ്പോൾ യമനിലെത്തിയ അദ്ദേഹം ഫാത്തിമ ബിന്ത് ഖൈസിൻ്റെ 3ാമത്തെ തലാഖും എഴുതി അറിയിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിനെക്കുറിച്ച് ഹദീസിൻ്റെ പ്രയോഗങ്ങളിൽ കാണാം. ഫതല്ലഖഹ ആഖിറ 3 തത്ലീഖാത്ത്. അബൂ ഹഫ്സ് അൽ മഖ്സൂമി 3 തലാഖിൽ അവസാനത്തേതും ആരെ ചൊല്ലി? 3 തലാഖിൽ അവസാനത്തേതും ഫാത്തിമയെ ചൊല്ലി എന്നാണ്. ഫഅർസല ഇല ഇംറഅതിഹി ഫാത്തിമ ബിന്ത് ഖൈസ് അത്തത്ലീഖത്തല്ലതി ബഖിയത് മിൻ തലാഖിഹ. അവരുടെ തലാഖിൽ ശേഷിക്കുന്ന തലാഖിനെ അബൂ ഹഫ്സ് എന്ത് ചെയ്തു? യമനിൽ നിന്ന് ആർക്കും അറിയിച്ചു? ഫാത്തിമ ബിന്ത് ഖൈസിന്, തൻ്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുത്തതാണ്. അതായത് 2 ദൂതന്മാരിലൂടെ, ഒന്ന് അൽ ഹാരിസ് ഇബ്നു ഹിഷാം, മറ്റൊന്ന് അയ്യാഷ് ഇബ്നു അബി റബിയ. അവർ യമനിലായിരുന്നു. അപ്പോൾ എന്ത് ചെയ്തു? അബൂ ഹഫ്സ് അൽ മഖ്സൂമി, ഫാത്തിമൻ്റെ ഭർത്താവ് അബൂ ഹഫ്സ്, യമനിൽ നിന്ന് ഈ അയ്യാഷ് ഇബ്നു അബി റബിയയുടെയും അൽ ഹാരിസ് ഇബ്നു ഹിഷാമിൻ്റെയും കയ്യിലാണ് എന്ത് ചെയ്യുന്നത്? ഈ തലാക്ക് കൊടുത്തയക്കുന്നത്. ഏത് തലാക്ക്? 3ാമത്തെ തലാക്ക്. അങ്ങനെയാണ് തലാക്ക്. 3ഉം ചൊല്ലേണ്ടി വരികയാണ് എങ്കിൽ ആ 3ഉം ചൊല്ലിയിരിക്കുന്നതല്ല, പിന്നെയോ 3ാമത്തെ തലാക്ക് കൊടുത്തയച്ചു എന്നാണ്. അപ്പോൾ 3 തവണയായിട്ടാണ് എന്ത്? തലാക്ക്. അതാണ് സഹാബികൾക്ക് പരിചയം. അതുകൊണ്ടാണ് ഇങ്ങനെ തലാക്ക്. ആ ഹദീസിൽ കാണാം, ആ 3ാമത്തെ തലാക്കും ഇവരുടെ അടുക്കൽ, അയ്യാഷിൻ്റെയും ഹാരിസിൻ്റെയും അടുക്കൽ ഫാത്തിമ ബിന്ത് ഖൈസിന് കൊടുത്തയച്ചപ്പം എന്തായി? ഇപ്പം ഈ അബൂ ഹഫ്സിനെ സംബന്ധിച്ചിടത്തോളം ഫാത്തിമ ബിന്ത് ഖൈസ് പൂർണ്ണമായിട്ടും എന്തായി?
വിവാഹമോചിതയായി, വിവാഹമുക്തയായി, ബായിനായ തലാക്ക് നടന്നില്ലേ, 3 തലാക്കുമായി. അപ്പോൾ 3 തലാക്കും ചെല്ലപ്പെട്ട സ്ത്രീ അവൾ ഗർഭിണിയല്ല എങ്കിൽ അവൾക്ക് പിന്നെ എന്തില്ല, ഭർത്താവിൻ്റെ വീട്ടിൽ ഇതല്ല, ഭർത്താവ് ചെലവിന് കൊടുക്കൽ ബാധ്യതയല്ല. മനസ്സിലായി? അതാണ് അതിൻ്റെ വിധി. 1, 2 തലാക്ക് ചെല്ലപ്പെട്ട വിവാഹമുക്തയാണ് എങ്കിൽ ചെലവിന് കൊടുക്കേണ്ടത് ആരാണ്? ഭർത്താവാണ്. അവൾ താമസിക്കേണ്ടത് എവിടെയാണ്? ഭർത്തൃ വീട്ടിലാണ്. അതേസമയം 3 തലാക്കും ചെല്ലപ്പെട്ട വിവാഹമുക്തയാണ് എങ്കിൽ അവൾ ഗർഭിണിയാണ് എങ്കിൽ ഭർത്താവ് ചെലവിന് കൊടുക്കണം, പ്രസവിക്കണത് വരെ. അതേസമയം അതില്ല എങ്കിൽ പിന്നെ അവൾക്ക് താമസം അവളുടെ വീട്ടിലാണ്, അല്ലെങ്കിൽ അവൾക്ക് ചിലവുമില്ല. ഇതാണ് നിയമം. പക്ഷേ അബൂ ഹഫ്സൽ മഖ്സൂമി അവരുടെ തലാക്ക് കൊടുത്തയച്ചപ്പോൾ പറഞ്ഞു, ഫാത്തിമ ബിന്ത് ഖൈസിന് നിങ്ങൾ എന്ത് ചെയ്യണം, അവൾക്ക് ഭക്ഷണവും ചിലവും കൊടുക്കാൻ പറഞ്ഞു. അതിനുള്ള വകുപ്പ് ഏർപ്പാടാക്കി. ഇപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു ബനു മഖ്സൂം ഗോത്രക്കാരനാണ്. അവരുടെ ഗണത്തിലാണ് ആരുള്ളത്? ഇവളുടെ ഭർത്താവ് അബൂ ഹഫ്സ് ഉള്ളത്. അപ്പോൾ അബൂ ഹഫ്സ് എന്ത് ചെയ്ത്, പിന്നെ ഇത് പറഞ്ഞയച്ചപ്പോൾ ഖാലിദ് റളിയല്ലാഹു തആല അൻഹും അതേപോലെ ഇവരൊക്കെ സംസാരിച്ചു. അയ്യാഷ് ബിൻ അബി റബീഅയും അൽ ഹാരിസ് ബിൻ ഹിഷാമൊക്കെ സംസാരിച്ചു. അവർ പറഞ്ഞ്, എങ്ങനെ ഇപ്പോൾ ഫാത്തിമ ബിന്ത് ഖൈസിന് ചിലവ്? 3 തലാക്കും ചെല്ലപ്പെട്ടില്ലേ, അപ്പോൾ ഇങ്ങനെ ചിലവ്, താമസ സ്ഥലം നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചെന്ന് അന്വേഷിക്കാൻ തന്നെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അന്വേഷിച്ച് അപ്പോൾ വിധി കിട്ടിയത് ഇങ്ങനെയാണ്, ചിലവില്ല പിന്നെ താമസമില്ല എന്നുള്ളതാണ്. ഫാത്തിമ ബിന്ത് ഖൈസ് തന്നെയും റസൂലുള്ളാഹിനോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ചിലവില്ല താമസമില്ല. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരിയാണ്, 3 തലാക്കും ചെല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലവില്ല, അവർക്ക് താമസമില്ല ഇവിടെ ഭർത്താവിൻ്റെ വീട്ടിൽ. പിന്നെ മത്താവുമായി ബന്ധപ്പെട്ട വിഷയം അത് വേറെയാണ്, മനസ്സിലല്ലേ? പക്ഷേ എങ്കിലും ഇവരെന്ത് ചെയ്തു എന്നാണ്, പിന്നെ 5 സാഴ് കാരക്കയും 5 സാഴ് ബാർലിയൊക്കെ ഫാത്തിമ ബിന്ത് ഖൈസിന് കൊടുത്തു എന്നുള്ളതാണ്. ഭർത്താവ് അബൂ ഹഫ്സ് വിവാഹമോചനത്തെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച്. അപ്പോൾ പിന്നെ എന്ത് ചെയ്തു, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എങ്കിൽ നിങ്ങൾ ഉമ്മു ഷുറൈഖിൻ്റെ വീട്ടിൽ, ഇപ്പം നീ അബൂ ഹഫ്സിൻ്റെ വീട്ടിൽ താമസമല്ലല്ലോ, അപ്പോൾ ഉമ്മു ഷുറൈഖിൻ്റെ വീട്ടിൽ നിങ്ങൾ യുദ്ധം ആചരിച്ചോളിയും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അവിടെ വേണ്ട, കാരണം അവിടെ എപ്പോഴും ഗസ്റ്റുകളൊക്കെ വരുന്നതാണ്, അപ്പോൾ നിങ്ങളെ കാണാൻ ആ ഗസ്റ്റുകൾക്ക് അവസരം ഉണ്ടായാലും നിങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിൻ്റെ വീട്ടിൽ ദീക്ഷാകാലം ആചരിക്കാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിൻ്റെ വീട്ടിൽ നിങ്ങളുടെ ദീക്ഷാചരണം 3 ശുദ്ധികാലത്തെ ആ ദീക്ഷാചരണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ദീക്ഷാകാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ മുആവിയ റളിയല്ലാഹു തആല അൻഹും അബൂ ജഹമും കല്യാണം അന്വേഷിച്ചു വന്നു. അപ്പോൾ ഈ ഫാത്തിമ ബിന്ത് ഖൈസ് റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയുന്നത്, റസൂലെ, എന്നെ മുആവിയയും അബൂ ജഹമും കല്യാണം അന്വേഷിക്കുന്നുണ്ട്. ഫാത്തിമ ബിന്ത് ഖൈസ് മനസ്സിൽ പറയാണ്, റസൂലുള്ളാഹി എന്നോട് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ തങ്ങിയൊരു വിഷയം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നെ കല്യാണം കഴിക്കുമെന്നുള്ളതാണ്. പക്ഷേ ഇവർ വിവാഹം അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ റസൂലുള്ളാഹിനോട് ചെന്നിട്ട് പറഞ്ഞു, റസൂലെ, ഇങ്ങനെ മുആവിയയും അബൂ ജഹമും എന്നെ വിവാഹം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അബൂ ജഹം ഏതുതരം സ്ത്രീകളെ തല്ലുന്ന ഒരാളാണ്, അതുകൊണ്ട് അവരെ കല്യാണം കഴിക്കേണ്ട. മുആവിയ ആകട്ടെ സൗലൂക്കാണ്. സൗലൂക്ക് എന്ന് പറഞ്ഞാൽ മുആവിയക്ക് കാശില്ല, ദരിദ്രനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനെ കല്യാണം കഴിക്കേണ്ട. നിങ്ങൾ പിന്നെ ഉസാമ ഇബ്നു സെയ്ദിനെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. ഉസാമ ഇബ്നു സെയ്ദ് റസൂലുള്ളാഹിൻ്റെ ഇബ്നു ഹിബ്, അദ്ദേഹത്തെ കല്യാണം കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ഉസാമ റസൂലുള്ളാഹിൻ്റെ മൗലയാണ്. അദ്ദേഹമാണെങ്കിലോ പിന്നെ ശാരീരികമായി പിന്നെ ഉപ്പ സെയ്ദിനെ പോലെയല്ല, പിന്നെ അദ്ദേഹത്തിൻ്റെ ശാരീരികമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ കളർ പിന്നെ അദ്ദേഹം ഒരു മൗലയാണ്. അപ്പോൾ ഉസാമയെ കല്യാണം കഴിക്കാൻ പറഞ്ഞപ്പോൾ ഫാത്തിമ ബിന്ത് ഖൈസ് പറഞ്ഞു, ഉസാമ ഇങ്ങനെ കൈകൊണ്ട് തന്നെ ആക്ഷൻ എടുത്തിട്ടാണ് അവർ പറയുന്നത്, ഞാൻ ഉസാമയെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ അള്ളാഹുവിൻ്റെയും അള്ളാഹിൻ്റെ റസൂലിൻ്റെയും സെലക്ഷനാണ്, നിങ്ങൾ ഉസാമയെ കല്യാണം കഴിക്കൂ. അത് പറഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു എന്നാണ്, ഫാത്തിമ ഉസാമ ഇബ്നു സെയ്ദിനെ കല്യാണം കഴിച്ചു. ധന്യമായ അനുഗ്രഹീതമായ ഒരു ജീവിതമായിരുന്നു അവരുടേത് പിന്നീട് എന്ന് അവർ തന്നെ ഫാത്തിമ ബിന്ത് ഖൈസ് തന്നെ പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതായാലും ഇവിടെ വിഷയം ഞാൻ പറഞ്ഞത്, ഇസ്ലാമിൽ തലാഖ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? തലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച്, വിശുദ്ധ ഖുർആൻ അറിയിച്ചതനുസരിച്ച് ഈ രീതിയിലാണ്. അതാണ് നമ്മൾ ഈ ഫാത്തിമ ബിന്ത് ഖൈസിൻ്റെയും അബൂ ഹഫ്സൽ മഖ്സൂമിയുടെയും ഈ വൈവാഹിക ജീവിതത്തിൽ അത് തലാഖിൽ പിരിഞ്ഞപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. മനസ്സിലായില്ലേ? ഈ രീതിയിലാണ് തലാഖ് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അബു സഹബ പറയാണ്, ഞാൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ്റെ അടുക്കലേക്ക് ചെന്നു. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിനോട് ഞാൻ ചോദിച്ചു, അലിംത അന്ന ത്വലാഖ സലാസ് തുറദ്ദു ഇലാ വാഹിദത്തിൻ ഫി അഹദി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം വ അബീ ബക്കർ വ സലാസ മിൻ അഹദി ഉമർ. അബു സഹബ ഇബ്നു അബ്ബാസിനോട് ചെന്ന് ചോദിക്കുകയാണ്, ഇബ്നു അബ്ബാസ്, നിങ്ങൾക്കറിയില്ലേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉമറിൻ്റെ ഭരണകാലത്ത് 3 വർഷവും
3 തലാഖ് ഒന്നായിട്ടായിരുന്നു മടക്കപ്പെട്ടിരുന്നത്, ഒന്നായിട്ടായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നുള്ളത് നിങ്ങൾക്കറിയില്ലേ എന്ന് അബു സഹബ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചപ്പോൾ ഇബ്നു അബ്ബാസ് പറയാണ് നഅം, അങ്ങനെയായിരുന്നു. മനസ്സിലായില്ലേ? വേറെ റിപ്പോർട്ടിൽ കാണാം അബുൽ ജൗസ, ഇമാം ഹാക്കിമിൻ്റെ നിവേദനത്തിൽ കാണാം അബുൽ ജൗസ വന്നു. എവിടേക്ക് വന്നു? ഇബ്നു അബ്ബാസിൻ്റെ അടുക്കലേക്ക് വന്നു. എന്നിട്ട് ഇബ്നു അബ്ബാസിനോട് അബുൽ ജൗസ എന്ന വ്യക്തി ചോദിക്കുകയാണ്, ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യൻ ചോദിക്കുകയാണ്, അമാ അലിംത അന്ന സലാസ് യുർദദിന ഇലാ വാഹിദത്തിൻ ഫി അഹദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹിൻ്റെ കാലത്ത് 3 ത്വലാഖ് ഒന്നിലേക്കാണ് മടക്കപ്പെട്ടിരുന്നത് എന്നത് നിങ്ങൾക്കറിയില്ലേ? ഇബ്നു അബ്ബാസിനോട് ചോദിക്കുകയാണ് അബുൽ ജൗസ. അപ്പോൾ ഇബ്നു അബ്ബാസ് പറയാണ് നഅം, അങ്ങനെയായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ കാലത്ത് 3 ത്വലാഖ് ചെല്ലുന്ന പതിവുണ്ടായിരുന്ന ആളുകൾക്ക്, പക്ഷേ അത് എന്തായിട്ടായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത്? ഒന്നായിട്ട്. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്കറിയില്ലേ? അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൽ നിന്ന് പ്രസിദ്ധമായ അഭിപ്രായം 3 തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 3ഉം ഭവിക്കും എന്നുള്ളതാണ്, 3 സംഭവിക്കും എന്നുള്ളതാണ് ഇബ്നു അബ്ബാസിൽ നിന്ന് പ്രസിദ്ധമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഇബ്നു അബ്ബാസിനോട് അബുൽ ജൗസയും അബു സഹബാവും ഈ ചോദ്യം ചോദിച്ചിട്ട് റസൂലുള്ളാഹിന്റെ കാലത്ത് ഇത് ഒന്നായിട്ടല്ലേ പരിഗണിക്കപ്പെട്ടിരുന്നത് എന്നുള്ള ചോദ്യം വന്നതിൽ പിന്നെ ഇബ്നു അബ്ബാസ് തൻ്റെ നിലപാട് മാറ്റിയിട്ട് 3 തലാഖും ഒന്നിച്ച് ചൊല്ലിയാൽ ഒന്നേ ഭവിക്കൂ എന്ന അഭിപ്രായക്കാരനാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇബ്നു അബ്ബാസിൽ നിന്ന് ചില ഫത്വകൾ വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് വന്നതുപോലെ. എന്താ ഉമർ റളിയല്ലാഹു അൻഹു നമ്മൾ മനസ്സിലാക്കുന്നത്? ഇപ്പോൾ ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ റസൂലുള്ള 3 തലാഖിനെയും ഒന്നായിട്ടാണ് പരിഗണിച്ചിരുന്നത് എന്നതിൻ്റെ റിപ്പോർട്ടുകളാണ് ഇവിടെ പറഞ്ഞത്. ഇനി മറ്റേ അഭിപ്രായം ഏത്? 3ഉം ചൊല്ലിയാൽ 3ഉം ഭവിക്കും എന്ന ആ അഭിപ്രായമാണ് 4 മദ്ഹബിൻ്റെ ഇമാംമാർക്കുള്ളത്. ആ അഭിപ്രായം അത് ഇബ്നു അബ്ബാസിലേക്ക് ചേർക്കപ്പെടുന്നുണ്ട്. പക്ഷേ ഇബ്നു അബ്ബാസിൽ നിന്നും അലിയിൽ നിന്നൊക്കെ 2 അഭിപ്രായവും വന്നിട്ടുണ്ട്. ഏതായാലും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിലേക്ക് ചേർക്കപ്പെടുന്ന ഒരഭിപ്രായം എന്താണ്? 3 തലാഖും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 3 സംഭവിക്കും എന്നുള്ളതാണ്. അതിന് ചില തെളിവുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ആ തെളിവുകൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ്. എന്ത്? കാരണം 4 ഇമാംമാരുടെ അഭിപ്രായം എന്താണ്? ആ അഭിപ്രായമാണ് 3 സംഭവിക്കും എന്നുള്ളതാണ്. അവർ ഇത്തരം അസറുകളെയാണ് അതിന് തെളിവായിട്ട് പിടിച്ചിട്ടുള്ളത്. ഒന്ന് നമുക്കറിയാം, ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്തെ വിധി. അതെന്താ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇബ്നു അബ്ബാസ് തന്നെ പറയാണ്, കാന തലാഖു സലാസ് ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ അബീ ബക്കർ വ സനതൈനി മിൻ ഖിലാഫത്തി ഉമർ അത്തലാഖു സലാസു യുഅദ്ദു വാഹിദതൻ അല്ലെങ്കിൽ കാനത്ത് വാഹിദതൻ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്തും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ കാലത്തും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്തിൽ 2 വർഷവും 3 തലാഖ് ഒന്നായിട്ടായിരുന്നു പരിഗണിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഉമർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തായപ്പോൾ ഉമർ റളിയല്ലാഹുവിൻ്റെ പ്രസംഗം ആളുകളോട് എന്താ? യാ അയ്യുഹന്നാസ് ഇന്നന്നാസ ഖദ് ഇസ്തഅജലു ഫി അംരിൻ കാനത് ലഹും ഫീഹി അനാത്ത് ഫലൗ അംവൈനാഹു അലൈഹിം ഫഅംവാഹു അലൈഹിം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് 3 തലാഖും 1, അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ 3 തലാഖും ഒന്നായിട്ട് പരിഗണിക്കപ്പെട്ടിരുന്നു. ഉമറിൻ്റെ ഖിലാഫത്തിൽ 2 വർഷം 3 തലാഖിനെയും എത്രയായിട്ടാണ് പരിഗണിച്ചിരുന്നത്? ഒന്നായിട്ടാണ് പരിഗണിച്ചിരുന്നത്. പക്ഷേ ഉമറിൻ്റെ ഖിലാഫത്തിൽ, റസൂലുള്ളാഹിൻ്റെ ഖിലാഫത്തിലും അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലും ഇല്ലാത്ത ചില വിശേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താ? ഇസ്ലാമിക രാഷ്ട്രം വിസ്തൃതി പൂണ്ടു. മനസ്സിലായി? പേർഷ്യൻ നാടുകളും റോമൻ, ബൈസാൻഡിയ, പൗരസ്ത്യ റോമ സാമ്രാജ്യമൊക്കെ ഇസ്ലാമിലേക്ക് വന്നതോടുകൂടി കുറേ പുതുതായിട്ട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. രാഷ്ട്രങ്ങൾ പലതും കടന്നു വന്നു. പല മുസ്ലിങ്ങളും പുതുതായി കുറേ ആളുകൾ വന്നപ്പോൾ ഈ ത്വലാഖിൻ്റെ വിഷയത്തിൽ അവർക്ക് എന്തുണ്ടായി? ഈ 3 തലാഖ് ചെല്ലുക എന്നുള്ള ഒരു രീതി ആളുകൾ വർദ്ധിച്ചു. അതാണ് ഉമർ പറയുന്നത്, ഇന്നന്നാസ ഖദ് ഇസ്തഅജലു ഫി അംരിൻ ഖദ് കാനത് ലഹും അനാതുൻ. ആളുകൾക്ക് സാവകാശം അരുളപ്പെട്ടിരുന്ന തലാഖിൻ്റെ വിഷയത്തിൽ ആളുകൾ തിരക്ക് കൂട്ടാൻ തുടങ്ങിയിരിക്കുന്നു. എന്താ സാവകാശം അരുളപ്പെട്ട വിഷയം എന്ന് പറയാൻ കാരണം എന്താ? ത്വലാഖ് 3 ചൊല്ലുകയാണ് എങ്കിൽ എങ്ങനെ ചെല്ലേണ്ടത്? ത്വലാഖ് ചൊല്ലി വിവാഹമുക്ത 3 ശുദ്ധികാലം ഇദ്ദയിരിക്കണം. അതിൽ മടക്കിയെടുത്ത് അല്ലെങ്കിൽ ശേഷം മടക്കിയെടുത്തിട്ട് വീണ്ടും തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ, മനസ്സിലായി? എന്നിട്ടൊക്കെയാണ് എന്തുള്ളൂ? 3 തലാഖും ആകുള്ളൂ. അപ്പോൾ ആളുകൾക്ക് കാലതാമസം അനുവദിക്കപ്പെട്ട ഒരു വിഷയത്തിൽ
ആളുകൾ ധൃതി കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ സമയമെടുത്തിട്ട് തലാക്ക് ചെല്ലേണ്ട ഒരു വിഷയം, പക്ഷേ ആളുകൾ എന്ത് ചെയ്യാണ്, 3 ചെല്ലേണ്ട അവസ്ഥ, അതിൽ ധൃതി കാണിക്കാൻ തുടങ്ങി. എന്നിട്ട് ഉമർ പറയണം ഫലവ് അംലൈനാഹു അലൈഹിം, ആ 3 തിരക്ക് കൂട്ടിയിട്ട് ചെല്ലുന്നത് അവരുടെ മേൽ അങ്ങോട്ട് നടപ്പിലാക്കിയാലോ. ഉമർ ആദ്യം അങ്ങനെ കുറേ ആലോചിച്ചിട്ടുണ്ട്, നടപ്പിലാക്കിയാലോ. എന്നിട്ട് അംലാഹു അലൈഹിം, ഉമർ എന്ത് ചെയ്തു, അതാണ് നടപ്പിലാക്കി. 3 തലാക്ക് ഒന്നിച്ച് ചെല്ലിയിട്ടുണ്ടെങ്കിൽ 3ഉം സംഭവിക്കും എന്ന് ഉമർ എന്ത് ചെയ്തു, വിധിയിറക്കി, ഫത്വ നൽകുകയുണ്ടായി. ഈ സംഭവം ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, സഹീഹായ ഹദീസാണ്. ഉമർ റളിയല്ലാഹു തആലയുടെ ഖിലാഫത്തിൽ ഉമർ എന്ത് ചെയ്തു, 3 തലാക്ക് ഒന്നിച്ച് ചെല്ലുന്നത് 3 തന്നെ എന്ത് ചെയ്തു, പരിഗണിച്ചു. ഇതേപോലെ മറ്റൊരു സംഭവം ഇബ്നു അബ്ബാസിൽ നിന്നാണ്. ഇമാം മുജാഹിദ് റിപ്പോർട്ട് ചെയ്യാണ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. അയാൾ തൻ്റെ ഭാര്യയെ 3 തലാക്കും ഒന്നിച്ച് ചെല്ലി. എന്നിട്ട് അയാൾ ഇബ്നു അബ്ബാസിനോട് വന്നിട്ട് പറയുകയാണ്, ഇബ്നു അബ്ബാസ്, ഞാൻ 3ഉം എൻ്റെ ഭാര്യയെ ഒന്നിച്ച് തലാക്ക് ചെല്ലിയിരിക്കുന്നു, തലാക്ക് 3ഉം ഒന്നിച്ച് ചെല്ലിയിരിക്കുന്നു. അപ്പോൾ ഇബ്നു അബ്ബാസ് അയാളോട് ദേഷ്യപ്പെട്ടു. അയർക്കബ് അഹദുക്കും അലൽ ഉഹ്മൂഖ ആണ് ഇബ്നു അബ്ബാസിൻ്റെ പ്രയോഗം. വിഡ്ഢിത്തം നിങ്ങൾ ഒരാൾ ചെയ്യേ, അതാണ് അതിൻ്റെ ആശയം. എന്നിട്ട് അയാൾ പറയുകയാണ്, ഒമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്ക് അള്ളാഹു ഒരു പോംവഴി നിശ്ചയിക്കും. എന്നിട്ട് ഇബ്നു അബ്ബാസ് അയാളോട് കണക്കിന് പറയാണ്, അൻത മത്തഖൈതല്ലാഹ്, നീ അള്ളാഹിനെ സൂക്ഷിച്ചിട്ടില്ല. വഅസൈത റബ്ബക്, നീ നിൻ്റെ റബ്ബിനോട് ധിക്കാരം പ്രവർത്തിച്ചു. അതുകൊണ്ട് ഫബാനത് മിൻക സൗജതുക, നിൻ്റെ ഭാര്യ നിന്നിൽ നിന്ന് എന്നേക്കുമായി വേർപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആ 3 തലാഖ് ചൊല്ലിയതിനെ ഉമർ 3 പരിഗണിച്ചു എന്നുള്ളതാണ്. നീ നിൻ്റെ റബ്ബിനെ സൂക്ഷിച്ചില്ല. ഇബ്നു അബ്ബാസ്, നീ നിൻ്റെ റബ്ബിനെ സൂക്ഷിച്ചില്ല, നീ നിൻ്റെ റബ്ബിനോട് ധിക്കാരം പ്രവർത്തിച്ചു. അതുകൊണ്ട് നീ നിൻ്റെ ഭാര്യയിൽ നിന്ന് എന്നേക്കായിട്ട് വേർപ്പെട്ടിരിക്കുന്നു, ഭാര്യ നിന്നിൽ നിന്ന് വേർപ്പെട്ടിരിക്കുന്നു എന്ന് ഇബ്നു അബ്ബാസ് വത്ത് കൊടുത്തു. ഇത് സഹീഹായി ഉദ്ധരിക്കപ്പെടുന്ന റിവായത്താണ്. മറ്റൊരു റിവായത്ത് അത് ഇമാം മുജാഹിദ് തന്നെ റിപ്പോർട്ട് ചെയ്യാണ്. ഒരാൾ തൻ്റെ ഭാര്യയെ 100 തലാക്ക് ചൊല്ലി ഇബ്നു അബ്ബാസിൻ്റെ അടുക്കലേക്ക് വരികയാണ്. എന്നിട്ട് അയാൾ പറയുകയാണ്, തല്ലഖ്തു ഇംറഅതി മിയ, ഞാൻ എൻ്റെ ഭാര്യനെ 100 തലാക്ക് ചൊല്ലി. മനുഷ്യന്മാർക്ക് ഞാനൊരു സൗദീൻ്റെ ഒരു ഷെയ്ഖിൻ്റെ പ്രസംഗം കേട്ട് അല്ലേ, ഒരാൾ ഫോൺ വിളിച്ചിട്ട് പറയാണ്, ഞാൻ എൻ്റെ ഭാര്യനെ തലാക്ക് ചൊല്ലി ദേഷ്യത്തിലേനി, അപ്പോൾ എത്ര എണ്ണ തല്ലി ചോദിച്ച്. അപ്പോൾ എത്ര എണ്ണ, ദമ്മാമിലുള്ള ആളുകളുടെ ദമ്മാമിൽ എത്ര ആളുകളുടെ അത്രയും എണ്ണാണ്. ദമ്മാമിൽ ജീവിക്കുന്ന എത്ര മനുഷ്യരുണ്ട് അത്രയും മനുഷ്യരുടെ എണ്ണം തലാക്കാണ് മൂപ്പർ പാസ്സാക്കിയത്. മനസ്സിലായില്ലേ? ഇതേപോലെ ചില മനുഷ്യന്മാർക്ക് അങ്ങനെ ഉണ്ടാവും. മനസ്സിലായില്ലേ? ഇതിനൊന്നും ഒരു കയ്യും കണക്കുമില്ലാത്ത അവസ്ഥ. ഏതായാലും ഇബ്നു അബ്ബാസിനോട് പറയാണ്, റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, ഞാൻ എൻ്റെ ഭാര്യനെ 100 തലാക്ക് ചൊല്ലി. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അയാളോട് പറയാണ്, അസൈത റബ്ബക് ഫഫാറഖത് മിൻക ഇംറഅതുക്, നീ നിൻ്റെ റബ്ബിനോട് ധിക്കാരാണ് ചെയ്തത്, അതുകൊണ്ട് നിൻ്റെ ഭാര്യയിൽ നിന്ന് നീ എന്നേക്കുമായി വേർപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതും അറിയിക്കുന്നത് എന്താണ്? ഇബ്നു അബ്ബാസ് ആ 3 ഗണിച്ചു എന്നുള്ളതാണ്. സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹമൊക്കെ താബീ പണ്ഡിതന്മാരാണ്, ഇബ്നു അബ്ബാസിൻ്റെ ശിഷ്യന്മാരാണ്. അദ്ദേഹം പറയാണ്, ഇബ്നു അബ്ബാസിൻ്റെ അടുക്കലേക്ക് ഒരാൾ വന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അയാളുടെ ഭാര്യ 1000 തവണ തലാക്ക് ചൊല്ലി, 1000 തവണ തലാക്ക് ചൊല്ലി. ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല കേട്ടപ്പോൾ ഇബ്നു അബ്ബാസ് അയാളോട് പറയാണ്, അമ്മ സലാസു മിൻഹ ഫതുഹരിമു അലൈക ഇംറഅതക്, നീ 1000 തവണ തലാക്ക് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിൽ 3 നിനക്ക് നിൻ്റെ ഭാര്യയെ ഹറാമാക്കിയിരിക്കുന്നു, വബഖിയതുഹുന്ന വിസ്റുൻ അലൈക്, അതിൽ ശേഷിക്കുന്നതുണ്ടല്ലോ അതെത്ര 997, അത് നിനക്ക് പാപഭാരമാണ്. ഇത്തഖത്ത ആയാത്തില്ലാഹി ഹുസ്വ, എന്താ ഇത്തഖത്ത ആയാത്തില്ലാഹി ഹുസ്വ, നീ അള്ളാഹുവിൻ്റെ വചനങ്ങളെ കളി തമാശയായി സ്വീകരിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അയാളെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തിരിച്ചയച്ചു ചെയ്യുന്നത്. ഈ 3 റിവായത്തുകൾ ഇബ്നു അബ്ബാസിൽ നിന്ന് വന്നത്. അതേപോലെ തന്നെ ഇതുപോലെ ചില റിപ്പോർട്ടുകൾ വേറെ. അതേപോലെ ഉമർ റളിയല്ലാഹു തആലയുടെ ഈ നിലപാട് ഇതാണ്, പ്രധാനമായും 3 തലാഖും ഒന്നിച്ച് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 3ഉം ഭവിക്കും എന്നതിന് പണ്ഡിതന്മാർ കൂട്ടിന് പിടിച്ച പ്രധാന തെളിവുകൾ. ഇതിൽ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ഈ വിധികളുണ്ടല്ലോ, ഇത് ഉമറിൻ്റെയും ഇബ്നു അബ്ബാസിൻ്റെയും ഗവേഷണമാണ്. ഒന്ന് ഉമറിൻ്റെയും ഇബ്നു അബ്ബാസിൻ്റെയും ഗവേഷണമാണ്. അവർ രണ്ടാളും ഒരു ഇഷ്കാലുമില്ല, നമുക്ക് ഗവേഷണത്തിന് യോഗ്യരായ പണ്ഡിതന്മാരാണ്. പക്ഷേ ഗവേഷണത്തിൽ ശരി ഭവിക്കാം, തെറ്റും സംഭവിക്കാം.
ഗവേഷണപ്പടുക്കളായ പണ്ഡിതന്മാരിൽ നിന്ന്, പ്രമുഖരിൽ നിന്ന് ഗവേഷണം സംഭവിച്ചാൽ, ഇജ്തിഹാദ് സംഭവിച്ചാൽ, ശരി ഭവിച്ചാൽ 2 കൂലി അവർ കിട്ടും. തെറ്റ് ഭവിച്ചാലോ 1 കൂലിയും കിട്ടും. 1 കൂലിയും കിട്ടും. ഇബ്നു അബ്ബാസും ഉമറും അവരുടെ ഗവേഷണത്തിൽ ഈ വിഷയത്തിൽ അവർക്കിനി തെറ്റ് ഭവിച്ചിട്ടുണ്ട് എന്ന് വിധിച്ചാൽ തന്നെയും എന്താണ്, അവർക്ക് 1 കൂലിയാണ്. അതൊന്ന്. 2, ഉമറിൻ്റെയും ഇബ്നു അബ്ബാസിൻ്റെയും ഈ വിഷയത്തിലെ ഫത്വ അതൊരു ശിക്ഷ എന്ന നിലക്കാണ്, ഒരു പണിഷ്മെൻറ്റ് എന്ന നിലക്കാണ്. മനസ്സിലായോ? ആ പ്രയോഗങ്ങൾ കണ്ടോ? ഉമർ റളിയല്ലാഹു തആല അൻഹു ഒറ്റയടിക്ക് എന്ത് ചെയ്യുന്നില്ല, 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഉമറിൻ്റെ ഖിലാഫത്തിൽ 3 തലാഖും ചൊല്ലിയിട്ടുണ്ടെങ്കിൽ ഉമർ എത്ര പരിഗണിച്ചിരുന്നത്? 1 തന്നെയാണ് പരിഗണിച്ചിരുന്നത്. പിന്നെ ആളുകൾ ഇതിന് യാതൊരു ലൈസൻസും ഇല്ലാത്ത രീതിയിൽ 3 തലാഖ് ഒന്നിച്ച് ചെല്ലുന്ന പ്രവണത അത് വർദ്ധിച്ചപ്പോൾ ആളുകൾക്കൊരു ശിക്ഷയാകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, ഉമർ റളിയല്ലാഹു തആല അൻഹു അത് 3ഉം പരിഗണിക്കുക എന്ന നിലപാട് സ്വീകരിച്ചു. അത് തന്നെയും ഒറ്റയടിക്കല്ല. അദ്ദേഹം പറയാണ് ഫലു അംബൈനാഹു അലൈഹിം, ഈ 3 തലാഖും ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഏറെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നടപ്പിലാക്കിയാലോ. എന്തിനാ അങ്ങനെ പറയുന്നത്? അങ്ങനെ നടപ്പിലാക്കാൻ അദ്ദേഹത്തിന് ചില തടസ്സമുണ്ട്. അതെന്താ? ഇത് റസൂലുള്ളാഹിൻ്റെ കാലത്തും അബൂബക്കറിന്റെ കാലത്തും ഇതിന് മുമ്പൊക്കെ എത്രയാണ്, 1ആയിട്ടാണ് പരിഗണിച്ചിരുന്നത്. അതുകൊണ്ടാണ് അത് ചോദിക്കണം അദ്ദേഹം, നടപ്പിലാക്കിയാലോ. എന്നിട്ടൊരു ശിക്ഷ എന്ന നിലക്ക് ആളുകൾക്ക് അതെന്ത് ചെയ്യാണ്, നടപ്പിലാക്കുകയാണ് ചെയ്തത്. ഇബ്നു അബ്ബാസിൻ്റെ ഫത്വയിൽ നോക്കി നിങ്ങൾ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു 3 തലാഖും ആയി പറഞ്ഞിട്ട് വിടുകയല്ല ചെയ്യുന്നത്. പിന്നെയോ നീ അള്ളാനെ സൂക്ഷിച്ചിട്ടില്ല, നീ നിൻ്റെ റബ്ബിനോട് ധിക്കാരാണ് ചെയ്തത്, അതുകൊണ്ട് നിൻ്റെ ഭാര്യ നിന്നിൽ നിന്ന് വേർപ്പെട്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ വചനങ്ങളെ നീ കളി തമാശയായി സ്വീകരിക്കുകയാണ് ചെയ്തത്, അതുകൊണ്ട് 3 തലാഖ് നിൻ്റെ ഭാര്യയുടെ വിഷയത്തിൽ ചൊല്ലിയത് 1000-ൽ 3 എണ്ണം അത് നിൻ്റെ ഭാര്യയെ ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, ശകാരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇബ്നു അബ്ബാസിൻ്റെ ഫത്വയും ഉമറിൻ്റെ നിലപാടും അറിയിക്കുന്നത് എന്താണ്? അത് ഈ വിഷയത്തിൽ ഒരു കളി തമാശയായിട്ട് ഇതിനെ സ്വീകരിച്ചവർക്കൊരു ശിക്ഷയാകാൻ വേണ്ടിയിട്ട് അവരുടെ ഗവേഷണമാണ്. അതുകൊണ്ട് തന്നെ ആ ഗവേഷണ വിധി എല്ലാവർക്കും ഒരുപോലെ ബാധകമാക്കുക എന്നുള്ളത് എന്തല്ല, പണ്ഡിതന്മാരൊരു നിലപാടായിട്ട് സ്വീകരിച്ചിട്ടില്ല. പല പണ്ഡിതന്മാരും അതുകൊണ്ടാണ് നമ്മൾ 3 തലാഖും ഒന്നിച്ച് ചൊല്ലിയിട്ടുണ്ട് എങ്കിൽ 1 സംഭവിക്കൂ എന്ന ഫത്വ പറഞ്ഞ പണ്ഡിതന്മാരെ എണ്ണിയത്. മനസ്സിലായോ? ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് 3 പരിഗണിച്ചു. മനസ്സിലായില്ലേ? അത് ഉമറിൻ്റെ ഖിലാഫത്തിൽ എത്രാമത്തെ വർഷം? 2 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട്. അതിനു മുമ്പ് റസൂലുള്ളാഹിൻ്റെ കാലഘട്ടത്തിലും അബൂബക്കറിൻ്റെ കാലഘട്ടത്തിലും ഉമറിൻ്റെ ഖിലാഫത്തിലെ തുടക്കത്തിലെ 2 വർഷവും 3 തലാഖും എത്രയാണ്? 1. ആ 1 എന്നുള്ളതിൽ ഇജ്മാ ഉണ്ട്. പറഞ്ഞാൽ മനസ്സിലാകണ്ട. അത് 1 എന്നുള്ളതിൽ എന്തുണ്ട്? ഇജ്മാ ഉണ്ട്. ഇസ്ലാമിക ലോകത്തിൻ്റെ ഐക്യകണ്ഠേനുള്ള അഭിപ്രായമുണ്ട്, ഇജ്മാ ഉണ്ട്. ഞാനത് പറഞ്ഞതെന്തിനാ ഇജ്മാ ഉണ്ട് എന്ന് പറഞ്ഞത്? ആ ഇജ്മാഇനെ ഗണ്ണിക്കുന്ന ഒരു ഇജ്മാ ഈ വിഷയത്തിൽ വേറെ വന്നിട്ടില്ല. അന്നത്തെ ആ ഇജ്മാഇനെ, ഇസ്ലാമിക ലോകത്തെ ഏകകണ്ഠമായ അഭിപ്രായത്തെ ഖണ്ഡിക്കുന്ന, അതിനെ തകർക്കുന്ന ഒരു ഇജ്മാ ഏത് വിഷയത്തിൽ? 3 ചൊല്ലിയാൽ 3 സംഭവിക്കുമെന്ന നിലയ്ക്ക് ഒരു ഇജ്മാ വന്നിട്ടില്ല. മനസ്സിലല്ലേ? അതുകൊണ്ട് നമ്മൾ ഏതിനെയാണ് മുറുകെ പിടിക്കേണ്ടത്? ഐക്യകണ്ഠേനയുള്ള ആ ഇജ്മാഇനെയാണ് മുറുകെ പിടിക്കേണ്ടത്. മാത്രമല്ല അതാണ് എന്ത്? അതാണ് പ്രമാണബദ്ധവും. ഇമാം റാസി പറഞ്ഞില്ലേ, വഹുവൽ അഖ്യസ്, അതാണ് പ്രമാണബദ്ധം. 3 ചൊല്ലിയാൽ 1 ഭവിക്കൂ എന്ന് വിധിക്കൽ നിർബന്ധമാണ്. 3 സംഭവിക്കില്ല എന്ന് വിധിക്കൽ നിർബന്ധമാണ്. ഇതാണ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ 3 തലാഖ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 3 സംഭവിക്കുമോ? ഞാൻ പറഞ്ഞു. ഇമാം ജാഫർ സാദിഖ്, അദ്ദേഹത്തിൻ്റെ വാപ്പ മുഹമ്മദ് അൽ ബാഖിർ, സഹാബികൾ തന്നെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, സുബൈർ ഇബ്നുൽ അവ്വാം, താബി പണ്ഡിതന്മാരിൽ താഊസ് ഇബ്നു കൈസാൻ, അതേപോലെ ഖിലാസ് ഇബ്നു അംർ, മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ്, പിൽക്കാല പണ്ഡിതന്മാരിൽ ദാവൂദ് അബ്ബാഹിരിയ തുടങ്ങി പണ്ഡിതന്മാർ, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ, ഇബ്നുൽ ഖയ്യിം തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഒക്കെ വീക്ഷണം എന്താണ്? വീക്ഷണം 3 തലാഖും ഒന്നിച്ച് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ 3 ആവില്ല, അത് എത്രയായിട്ട് പരിഗണിക്കുള്ളൂ? 1 പരിഗണിക്കപ്പെടൂ എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഈ ഒരു ഭാഗം, ഒരു വിഷയം, ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കപ്പെടേണ്ട ഒരു വിഷയമാണ്. ഞാൻ അതിലെ പ്രമാണങ്ങളും അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളും ഒക്കെ ഇവിടെ ഉണർത്തിയത് പക്ഷപാതരഹിതമായി, വിഷയാധിഷ്ഠിതമായി, ഇൽമിയായി, വൈജ്ഞാനികമായിട്ട് ഈ ഒരു മസലയെ സമീപിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യ ഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മനസ്സിലല്ലേ? ഇസ്ലാമിലെ ഇത്തരം കർമ്മശാസ്ത്ര വിഷയങ്ങൾ
ആളുകൾ പരിഹാസ്യമാക്കി സ്വീകരിക്കുന്നൊരു യുഗത്തിലാണുള്ളത്. ഇസ്ലാമിൽ ത്വലാഖ് എന്ന് പറഞ്ഞെങ്കിൽ അതെന്താ? വളരെ സുന്ദരമായിട്ടുള്ള ഒരു മതവിധിയാണ്. ത്വലാഖ് എന്ന് പറഞ്ഞാൽ സുന്ദരമായൊരു മതവിധിയാണ്. ആ സുന്ദരമായ മതവിധിക്ക് സമാനമായിട്ട് ഒരു ദർശനങ്ങളിലും ഒരു മതങ്ങളിലും ഒരു വിധിയില്ല എന്നുള്ളതാണ്. ഈ കെട്ടുക തീർക്കുക അങ്ങനെയുള്ള ഒരു രീതിയല്ല ഇസ്ലാമിലെ ത്വലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇസ്ലാമിലെ ത്വലാഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈവാഹിക ബന്ധം വിളക്കപ്പെട്ട രണ്ട് ആളുകൾക്കിടയിൽ, സ്ത്രീ പുരുഷന്മാർക്കിടയിൽ അവർ ഇണകളായി ജീവിക്കുമ്പോൾ, ഭാര്യ ഭർത്താക്കന്മാരായിട്ടല്ല, പിന്നെ ഇണകളായിട്ട്. ഇസ്ലാമിന് അങ്ങനെ ഭരിക്കണ ആണ്, ഭരിക്കപ്പെടുന്ന പെണ്ണ് എന്ന രീതിയിലല്ല, ഇണകളായി ജോഡികളായിട്ട് അവർ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിൽ മനുഷ്യ സഹജമാണ് പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, മനസ്സിലായില്ലേ? അതൊക്കെ വരുമ്പോൾ അതിനെ പരിഹരിക്കുവാനും അതിനെ ചികിത്സിക്കുവാനുമുള്ള അതിൻ്റെ ഇസ്ലാമികമായ മര്യാദകൾ, ഇസ്ലാമികമായ സ്വഭാവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? ഖൈറുക്കും ലി അഹ്ലിഹി വ അന ഖൈറുക്കും ലി അഹ്ലി. നിങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടർ കുടുംബത്തോട് ഉത്കൃഷ്ടരായവരാണ്, ഞാൻ എൻ്റെ കുടുംബത്തോട് ഏറ്റവും ഉത്കൃഷ്ടതയിൽ വർത്തിക്കുന്നവനാണ്. മനസ്സിലായി? ആ സൽപെരുമാറ്റങ്ങളിലൂടെ പിന്നെ സ്നേഹ പെരുമാറ്റങ്ങളിലൂടെ വിളക്കപ്പെടുന്നതായ വൈവാഹിക ജീവിതത്തിൽ മനുഷ്യ സഹജം എന്ന നിലക്ക് പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ സ്വാഭാവികമാണ്. മനസ്സിലല്ലേ? അത് കൂടുതൽ രൂക്ഷമാകുന്നിടത്ത് എങ്ങനെയാണ് അതിന് ചികിത്സിക്കേണ്ടത്, അതിൻ്റെ മുറകൾ, അതൊക്കെ വിശുദ്ധ ഖുർആനിൽ തിരുസുന്നത്തിൽ വന്ന വിഷയങ്ങളാണ്. മനസ്സിലെ? ഒരിക്കലും ഈ രണ്ടറ്റങ്ങൾ കൂട്ടിബന്ധിക്കാൻ കഴിയാത്ത വിധം ബന്ധം ഉലയുകയും അതേപോലെ തന്നെ തകരുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് തലാഖ്. അതിന് തന്നെയും തലാഖ് എന്ന് പറഞ്ഞാൽ അതിനെത്ര ഘട്ടങ്ങൾ, അതിനെത്ര സമയങ്ങൾ, മനസ്സിലായി? ആ രീതിയിലാണ് ഈ ഒരു വിഷയം നമ്മളുടെ ഈ സത്യദീനിൽ പഠിപ്പിക്കപ്പെട്ടുള്ളത്. ഇസ്ലാമിൽ തലാഖ് വളരെ സുന്ദരമായൊരു വിഷയമാണ്, വളരെ സുന്ദരമായിട്ടുള്ളൊരു വിഷയമാണ്. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ വിഷയങ്ങൾ അത് പ്രമാണബദ്ധമായി ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെട്ടതുപോലെ ആളുകൾ ചർച്ചക്കെടുക്കുകയോ അതേപോലെ തന്നെ പഠിക്കുകയോ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഖേദകരമായിട്ടുള്ള ഒരു വസ്തുത. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേക്ക് അള്ളാഹു നമ്മളെല്ലാം തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഐരാരോഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. ഈ സത്യദീനിൽ അള്ളാഹു നമുക്ക് ഏവർക്കും ഫിഖ്ഹ് വർദ്ധിപ്പിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളായി ജീവിച്ച് സത്യവിശ്വാസികളായി മരിച്ച് സത്യവിശ്വാസികൾക്കൊപ്പം ഉയർത്തെഴുന്നേൽക്കാൻ നമുക്ക് ഏവർക്കും തുണയാകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه وأهل بيته الطيبين الطاهرين وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.